وما النصر إلا من عند الله العزيز الحكيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ കൗസറാണ് തഫ്സീർ നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറത്തു അൽ മാഊൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون അറഅയ്ത എന്താണ് അർത്ഥം? നീ കണ്ടോ എന്നാണ് വാക്കർത്ഥം. നിനക്കെന്തു പറയാനുണ്ട് എന്ന് ആണ് പൊതുവെ അതിന്റെ മാന എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്ത്? അറഅയ്ത നീ കണ്ടുവോ, നിനക്കെന്ത് പറയാനുണ്ട്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അല്ലദീ ഒരുവൻ, യുകദ്ദിബു അവൻ കളവാക്കുന്നു അഥവാ നിഷേധിക്കുന്നു, ബിദ്ദീൻ ദീനിനെ, ഫദാലിക അവൻ തന്നെ, അല്ലദീ അഥവാ ഏതൊരുവനാണോ, യദ്ഉൽ യതീം യതീമിനെ തള്ളിക്കളയുന്നു. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ എന്ന സൂറത്തു തൂറിൽ അല്ലാഹു പറഞ്ഞതുപോലെ നരകത്തിലേക്ക് തള്ളപ്പെടുക എന്ന വാക്ക് പ്രയോഗിച്ച വാക്കാണത്. യതീമിനെ തള്ളിക്കളയുന്നവൻ. വലാ യഹുദ്ദു അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, തആം എന്താ? ഭക്ഷണം. അൽ മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണം അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവൻ ആഹാരം കൊടുക്കൽ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. മുസല്ലീൻ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവൻ. മുസല്ലീൻ നിസ്കരിക്കുന്നവൻ. മുസല്ലൂൻ എന്നാണ് ലീ വന്നതുകൊണ്ട് മുസല്ലീൻ. അപ്പോൾ വൈലാണുള്ളത്, നാശമാണുള്ളത്, ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾ. നമസ്കരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഏതൊരു കൂട്ടരാണോ, ഹും അൻ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തെക്കുറിച്ച് സാഹൂൻ അശ്രദ്ധരാണ്. സഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായിരിക്കുക. അവർ അശ്രദ്ധരാണ്. തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായിട്ടുള്ള നമസ്കാരക്കാർക്ക് നാശം. അല്ലദീന അവർ ഏതൊരു കൂട്ടരാണോ, ഹും അവർ, യുറാഊൻ അവരെന്താണ് ചെയ്യുന്നത്? കാണിക്കുകയാണ്. റാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണിക്കുക. യുറാഊൻ അവർ കാണിക്കുകയാണ്. അവരുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനമാണ്, ആളുകൾ കാണിക്കാനാണ്. വയംനഊന മാത്രമല്ല അവർ തടയുന്നു. വയംനഊന അവർ തടയുന്നു, പിടിച്ചു വെക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. അൽ മാഊൻ, മാഊൻ എന്ന് പറഞ്ഞാൽ
പരോപകാര വസ്തുക്കൾ എന്നതിന് മലയാളത്തിൽ അർത്ഥം പറയാം. തഫ്സീർ വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അറഅയ്ത, റാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അറഅയ്ത അല്ലദീ, ദാൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ദാൽ നാവ് മുകളിലത്തെ പല്ലിന് തട്ടിച്ച് വേണം പറയാൻ. അല്ലദീ, അറഅയ്ത അല്ലദീ യുകദ്ദിബു, കാഫ് വേറെ ഖാഫ് വേറെ, രണ്ടും വ്യത്യാസമുണ്ട്. ഖാഫ് ഖാഫ്, ഖലഖ, ഖുർആൻ, ഖുർബാൻ എന്നൊക്കെ പറയുന്നത് ഖാഫാണ്. ഇത് കാഫ്. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക, വീണ്ടും ദാൽ, ഫദാലിക അല്ലദീ യദ്ഉൽ യതീം, ഐനിനാണ് ശദ്ദ്. യദ്ഉ, ഐൻ എന്ന ആളുകൾക്ക് പലരും ഉച്ചരിക്കുന്നത് ശരിയല്ല. ഐൻ മലയാളത്തിലില്ലാത്ത അക്ഷരമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക്, മലയാളികൾക്ക് കിട്ടാൻ പ്രയാസം. യദ്ഉൽ യതീം, യദ്ഉൽ യതീം. വലാ യഹുദ്ദു, ബാദാണ്, ബാദ് ബാദ്. നാവ് ഇവിടെ മുകളിലത്തെ പല്ലിന്റെ ബാക്കിലാണ്. യഹുദ്ദു യഹുദ്ദു. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, തആം തആമിൽ മിസ്കീൻ. ഫവൈലുൽ ലിൽ, ഫവൈലുൽ ലിൽ. അവിടെ തജ്വീദിന്റെ നിയമം എന്താണ്? അൽ ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ. തജ്വീദിന്റെ നിയമങ്ങളെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, അർത്ഥം ശരിയാകുന്ന വണ്ണം, അർത്ഥം തന്നെ മാറിപ്പോകാത്ത വണ്ണം അക്ഷരങ്ങൾ നന്നായി ഉച്ചരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? തജ്വീദ് പാലിക്കുക. തജ്വീദിലാകെ മുങ്ങി അവസാനം അർത്ഥം തീരെ ശ്രദ്ധിക്കാത്ത ആൾക്ക് തജ്വീദ് അങ്ങനെ പോകരുത് എന്ന് ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവരൊക്കെ ആ വിഷയങ്ങൾ അങ്ങനെ നന്നായി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ചില മുസ്ലിയാക്കന്മാരെ കാണുന്നുണ്ടല്ലോ, അല്ല അതിനൊക്കെ അതിൽ വല്ലാത്ത ശ്രദ്ധയായിരിക്കും അവർക്ക്. എന്നാ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ പോലും അവരുടെ ജീവിതത്തിലില്ല. അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. الذين هم عن صلاتهم എന്താണ് അവിടുത്തെ നിയമം? അൽ ഇഖ്ഫാഉ ബിഗുന്ന, മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഈ സൂറത്ത് മക്കിയാണെന്നും അതല്ല മദനിയാണെന്നും ഉലമാക്കൾ രണ്ടഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു തആല അലം. അൽ ബസ്മല തഖദ്ദമ അൽ കലാം അലൈഹ. ഞാൻ വായിക്കുന്ന തഫ്സീർ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കൗസർ വായിച്ചിട്ടുള്ള അതേ തഫ്സീറിൽ വായിക്കാൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ തഫ്സീറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെക്കുറിച്ചുള്ള തഫ്സീർ പറഞ്ഞതാണ്. യഖൂലു അല്ലാഹു തബാറക വതആല, അല്ലാഹു പറയുന്നു, അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിച്ചവനെ നീ കണ്ടില്ലേ? അറഅയ്ത, നീ കണ്ടോ എന്ന ഈ അഭിസംബോധന അൽ ഖിതാബ് ഹൽ ഹുവ ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? ലിഅന്നഹു അല്ലദീ ഉൻസില അലൈഹിൽ ഖുർആൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഔ ഹുവ ആമ്മുൻ ലികുല്ലി മൻ യതവജ്ജഹു ഇലൈഹിൽ ഖിതാബ്, അതല്ല ഈ പരിശുദ്ധ ഖുർആൻ ഒന്നും എല്ലാവർക്കും, ഇത് എല്ലാവർക്കുള്ള ഖിതാബാണ്, അഭിസംബോധനയാണോ?
അൽ ഉമൂം ഔല, അൽ ഉമൂമു ഔല, ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ്? എല്ലാവരോടുമാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന എല്ലാവരോടുമാണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫയഖൂൽ അറഅയ്ത ഫനഖൂൽ, അതുകൊണ്ട് നമ്മൾ പറയുന്നു അറഅയ്ത അല്ലദീ ആമ്മുൻ ലികുല്ലി മൻ യതവജ്ജഹു ഇലൈഹിൽ ഖിതാബ്, എല്ലാവർക്കും പൊതുവാണെന്ന് നമ്മൾ പറയുന്നു. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന് പറഞ്ഞാൽ ഐ ബിൽ ജസാ, ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ശരീഅത്തല്ല, പിന്നെന്താണ്? ജസാ, പ്രതിഫല നാൾ. പ്രതിഫലം എന്ന് പറയല്ലോ. ദീൻ എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഒന്ന് ഏതർത്ഥത്തിലാണ്? നമ്മൾ സാധാരണ പറഞ്ഞ ദീൻ എന്ന് പറയില്ല, ഈ ശരീഅത്ത്, ഈ മതനിയമങ്ങൾ. അതുപോലെ ദീൻ എന്തിനുപയോഗിക്കും? ഈ മതനിയമങ്ങൾ പാലിക്കുന്നതിനും പാലിക്കാതിരിക്കുന്നതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുന്ന പ്രതിഫലം, ആ പരലോകം, അതാണ് മാലികി യൗമിദ്ദീൻ, ദീനിന്റെ നാൾ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ഈ ആയത്തിൽ ഉദ്ദേശിച്ച ദീൻ ഏതാണ്? മാലിക് യൗമിദ്ദീനിൽ പറഞ്ഞ ദീനാണ്. മനസ്സിലല്ല? ആ പ്രതിഫല നാൾ, ആ പ്രതിഫലം, അള്ളാഹു നൽകുന്ന ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ജന്ന, ഇതിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഐ ബിൽ ജസാ, അതിനെ നിഷേധിക്കുന്നവൻ. വഹഉലാഇ ഹുമുൽ ലദീന യുൻകിറൂനൽ ബഅസ്, അവരാണ് പുനരുത്ഥാനം, അള്ളാഹു വീണ്ടും നമ്മളെ ജീവിപ്പിക്കും എന്ന വിശ്വാസത്തെ നിഷേധിക്കുന്ന ആളുകൾ. വയഖൂലൂൻ, അവർ പറയുന്നു അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. സൂറത്തു സാഫാത്തിൽ അള്ളാഹു ചോദിച്ചില്ലേ 16-17 ആയത്തുകളിൽ? അവർ പറയുന്ന ഇദാ മിത്ന, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട്, വകുന്നാ തുറാബൻ വഇദാമ, എല്ലും മണ്ണുമൊക്കെ ആയി ഞങ്ങൾ നിരുമ്പി കഴിഞ്ഞിട്ടാണോ? അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കളും പണ്ടങ്ങോ മരിച്ചുപോയ ആൾക്കാരൊക്കെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നാണോ പറയുന്നത്? എന്താ അള്ളാന്റെ മറുപടി? ഖുൽ നഅം വഅൻതും ദാഖിറൂൻ, അതെ എന്ന് പറയാം അവരോട്. സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, അതെ, അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും. വയഖൂലുൽ ഖായിലു മിൻഹും, അതുപോലെ അവരിലെ ഒരു ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിക്കുന്നു, മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിട്ട് എല്ലിങ്ങനെ പിടിച്ചിട്ട് വന്നില്ലേ, അല്ലെ? ആരാണ് ഇതിനെ ജീവിപ്പിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ആരാണോ ആദ്യം ജീവിപ്പിക്കുന്നത് അള്ളാഹു നിന്നെ ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തോക്കി പറഞ്ഞതാണ്. ഈ പറഞ്ഞവൻ കാഫിർ, അത് ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യ അല്ല, ഉബയ്യ് ഇബ്നു ഖലഫ് ആണെന്ന് ആണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം, എല്ല് ഉരുപ്പിപ്പോയതിനു ശേഷം ആരാണത് വീണ്ടും ജീവിപ്പിക്കുന്നത്? ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, ആരാണോ അതിനെ ആദ്യം ജീവിപ്പിച്ചത് ആ റബ്ബ് തന്നെ, അള്ളാഹു കൊണ്ട് ജീവിപ്പിക്കും. ആദ്യം സൃഷ്ടിക്കൽ അതാണോ പ്രയാസം? രണ്ടാമത് സൃഷ്ടിക്കലാണോ? യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ആദ്യം സൃഷ്ടിക്കുക അത് അള്ളാഹുവിന് പ്രയാസമല്ല, പിന്നെ എങ്ങനെ രണ്ടാമത്തെ അള്ളാഹുവിന് പ്രയാസമാകും? അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. സൂറത്തു തഗാബുനിൽ അള്ളാഹു പറഞ്ഞു, തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടൽ, ദാലിക യൗമു തഗാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണെന്ന്. ഖുൽ, പറയൂ നബിയെ, ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആനിൽ വളരെ വിരലെണ്ണാവുന്ന സന്ദർഭങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുള്ളത്. എന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതുബഅസുൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന ബിമാ അമിൽതും, നിങ്ങളുടെ പ്രവൃത്തി സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ, അതുണ്ടാവുകയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിഷേധിച്ച ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗലാഇ യുകദ്ദിബൂന ബിയൗമിദ്ദീൻ ഐ ബിൽ ജസാ, അവരാണ് ഈ ജസാഇനെ അഥവാ ദീനിനെ അഥവാ ജസാഇനെ നിഷേധിക്കുന്ന ആളുകൾ. ഫദാലിക അല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫജമഅ ബൈനൽ അംറൈൻ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, അവൻ
രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി, ഒരു കാര്യം ഒരുമിച്ച് ചെയ്തു അവൻ. അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തത് ആദമുർ റഹ്മ ബിൽ ഐതാം അല്ലദീന ഹും മഹല്ലുർ റഹ്മ. റഹ്മത്തിന് അർഹരായ ആളുകളാണ് ആര്? അൽ ഐതാം. ഐതാം എന്ന് പറഞ്ഞാൽ യതീമിന്റെ ബഹുവചനം. എന്താ ഐതാം എന്ന് പറഞ്ഞാൽ? യതീമിന്റെ ബഹുവചനം. യതീം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥ എന്നാണ് അതിന്റെ അർത്ഥം. അനാഥ. അവർ റഹ്മത്തിന് അർഹരായ, റഹ്മത്ത് കാണിക്കേണ്ടവരാണ്. റഹ്മത്തിന് അർഹമായ സ്ഥലമാണ് യതീം മക്കൾ. ലിഅന്നൽ ഐതാം, കാരണം യതീം എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന മാത ആബാഉഹും ഖബ്ല അൻ യബ്ലുഗൂ, ഈ കുട്ടികൾ അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയ കുട്ടിക്കാണ് എന്ത് പറയാ? യതീം എന്ന് പറയാം. കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ. വഹും മഹല്ലു ശഫഖത്തി വറഹ്മ, അവരോട് വാത്സല്യവും അവരോട് സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നണ്ട, അങ്ങനെ കാണിക്കേണ്ട ആളുകളാണ് അവർ. ലിഅന്നഹും ഫാഖിദൂന ലിആബാഇഹിം, സ്വന്തം ഉപ്പമാരെ നഷ്ടപ്പെട്ട ആളുകളാണ് അവർ. ഫഖുലൂബുഹും മുൻകസിറ, അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയ ഹൃദയങ്ങളാണ്. വേദന അനുഭവിച്ച ഹൃദയങ്ങളാണ് അവരുടെ ഹൃദയങ്ങൾ. യഹ്താജുന ഇലാ ജാബിരിൻ, അവരെ താങ്ങാൻ, അവർക്ക് തണലേകാൻ, അങ്ങനെയുള്ള ഒരാളെ കൊതിക്കുന്ന മനസ്സാണ് അവർക്ക്. എല്ലാവർക്കും അവരുടെ ഉപ്പ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ, എല്ലാം ചെയ്തു കൊടുക്കുന്ന പോലെ, പല സ്ഥലത്തും കൂട്ടിപ്പോകുന്നത് പോലെ, വാത്സല്യം കാണിക്കുന്നത് പോലെ, അങ്ങനെ അവർക്കും തണലേകാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അതിനാവശ്യക്കാരായ ആളുകളാണ് അൽ ഐതാം, അനാഥകൾ. വലിഹാദാ വറദത്തിൽ നുസൂസ് ബിഫദ്ലിൽ ഇഹ്സാൻ ഇലൽ ഐതാം, അതുകൊണ്ടാണ് യതീമുകളോട് കാരുണ്യം കാണിക്കുന്നതിന്റെ ശ്രേഷ്ഠത സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് എന്താ? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഞാനും യതീം മക്കളെ സംരക്ഷിക്കുന്നവനുതാ സ്വർഗത്തിൽ ഇതുപോലെ. എത്ര അടുത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിയുടെ കൂടെ സ്വർഗത്തിലാകാന്ന് പറഞ്ഞാൽ എത്ര വലിയ ശ്രേഷ്ഠതയാണത്. യതീമിനെ സംരക്ഷിക്കുന്നവർക്കുള്ളതാണ്. ലാകിൻ ഹാദ, പക്ഷേ ഇതാ ഇവൻ, ഈ പറഞ്ഞവൻ, അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ വൽ അയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, യദ്ഉൽ യതീം, അവൻ എന്താ ചെയ്യുന്നത്? യതീമിനെ തള്ളിക്കളയുന്നു, ആട്ടിയകറ്റുന്നു. അയദ്ഫഉഹു ബിഉനുഫിൻ, ദഅ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവൻ അങ്ങനെ എന്താ പറയാ, കരുണയില്ലാതെ ഉനുഫോടെ, ഉനുഫ് എന്ന് പറഞ്ഞാൽ ഹിംസ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കരുണയില്ലാതെ അക്രമ സ്വഭാവത്തിൽ നിർദാക്ഷിണ്യം ആട്ടിയകറ്റുന്നു. കാരണം അള്ളാഹു ഈ പ്രയോഗിച്ച യദ്ഉ എന്ന വാക്ക് ഉനുഫോടെ, കരുണയില്ലാതെ തള്ളുന്നതിനാണ് പറയുക. അതാണ് അള്ളാഹു സൂറത്തു തൂറിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, ജഹന്നം നരകത്തിലേക്ക് അവർ തള്ളപ്പെടുന്ന ദിവസം, കരുണയില്ലാതെ അവരെ വലിച്ചെറിയും നരകത്തിലേക്ക്. ആ വാക്കാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അവർ കരുണയില്ലാതെ തള്ളിക്കളി, ആട്ടിയകറ്റുക. അപ്പോ എന്ന് പറഞ്ഞാൽ ആട്ടുക, ആ സ്വഭാവം. ഐദഫ്അൻ ശദീദൻ, കഠിനമായി അങ്ങോട്ടേക്ക് തള്ളുക. ഫതജിദുൽ യതീം ഇദാ ജാഅ ഇലൈഹി യസ്തജ്ദീഹി ശൈഅ ഔ യുകല്ലിമുഹു ഫീ ശൈഇൻ. അഗതാ ഈ പറഞ്ഞ അല്ലാഹു ദീനിനെ അഥവാ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞവന്റെ അടുത്തേക്ക് ഒരു യതീം എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ, അവന്റെ അടുത്ത് എന്തെങ്കിലും സഹായത്തിന് വന്നാൽ, അവന്റെ ഔദാര്യം ആവശ്യപ്പെട്ടു വന്നാൽ, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വന്നാൽ, സമൂഹത്തിൽ വിലയില്ലാത്ത ആളാണല്ലോ, സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലാത്ത അവനോട് നല്ല നിലക്ക് പെരുമാറിയാൽ വേറെ സ്ഥാനമൊന്നും കിട്ടാല്ല. വലിയ പൈസക്കാരന്റെ മക്കളാണെങ്കിൽ അവനോട് നല്ല, ആ കുട്ടിയോട് തമാശയൊക്കെ പറഞ്ഞ് കുട്ടിയെ കവിളൊക്കെ നുള്ളി, അങ്ങനെ ആ കുട്ടിയോട് തമാശയൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കുടുംബക്കാരത്തിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യം, ഉപ്പാനടുത്ത് എന്തെങ്കിലും ഔദാര്യം പ്രതീക്ഷിക്കാം. ഈ കുട്ടിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനെ സഹായിച്ചാൽ പരലോക വിശ്വാസമുള്ളവന് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, വസ്സദഖതു ബുർഹാനുൻ. സ്വതക്ക എന്ന് പറയുന്നത് എന്താണ്? ബുർഹാൻ, തെളിവാണ്. എന്തിനുള്ള തെളിവാ? ഇത് കൊടുക്കുന്നതിന് പരലോക വിശ്വാസം ഉണ്ടെന്നുള്ള തെളിവാണ്. കാരണം എന്തിനു കൊടുക്കണം? ഞാൻ സമ്പാദിച്ച എന്റെ പൈസ, എനിക്ക് ഉപകാരം എടുക്കാനുള്ള എന്റെ പൈസ ഞാൻ എന്തിനു വേറെ ആളുകൾക്ക് കൊടുക്കണം? അള്ളാഹുവിന്റെ പ്രതിഫലം
നാളെ പരലോകത്തിൽ വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമുള്ളവന് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. വിശ്വാസമില്ലാത്തവൻ അങ്ങനെ സഹായിച്ചാൽ അതവന് ഉപകാരപ്പെടില്ല. പരലോക വിശ്വാസം ഇല്ലാത്തവൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വാസമുള്ളവൻ, വിശ്വാസമില്ലാത്തവൻ, തൗഹീദിൽ വിശ്വാസമില്ലാത്തവൻ, അവന്റെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. കാരണം അതുപോലെ അള്ളാഹു ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ. മരീചിക പോലെ അവരുടെ അമൽ തള്ളപ്പെടും. എന്നാൽ ഇത് വിശ്വാസമില്ലാത്തവൻ അവന്റെ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യില്ല, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല, അവൻ തള്ളിക്കളയും. ഒരു യതീം അവന്റെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടു വന്നാൽ യഹ്തഖിറുഹു, അവൻ ഈ യതീമിനെ നിന്ദ്യനായി കാണും, വിലയില്ലാത്തവനെ ആയി കാണും. വയദ്ഫഉഹു ബിശിദ്ദത്തിൻ ഫലാ യർഹമുഹു, കഠിനമായി ശക്തിയോടെ ഊക്കോടെ ആ കുട്ടിയെ തള്ളിക്കളയും, അതിനോട് റഹ്മത്ത് കാണിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അലാമുർ സാനി, രണ്ടാമത്തത് ലാ യഹുസ്സൂന അലാ റഹ്മത്തിൽ ഗൈർ, മറ്റുള്ളവർക്ക് റഹ്മത്ത് കാണിക്കാൻ അവൻ പ്രോത്സാഹനം നൽകുന്നില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. എന്താ അർത്ഥം? മിസ്കീന് ഭക്ഷണം നൽകുന്ന കാര്യം അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, കൊടുക്കുന്നില്ല എന്നല്ല. ഫൽ മിസ്കീനുൽ ഫഖീറുൽ മുഹ്താജു ഇല തആം, ഭക്ഷണത്തിന് ആവശ്യമുള്ള ആവശ്യക്കാരനായ ഫഖീറായ പാവപ്പെട്ടവനായ ഈ സാധു ലാ യഹുദ്ദു ഹാദ അർറജുല അലാ ഇത്ആമിഹി, ഇയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവൻ ഒരു പ്രോത്സാഹനവും നൽകുന്നില്ല. ലിഅന്ന ഖൽബുഹു ഹജറുൻ ഖാസിൻ, കാരണം ഇവന്റെ കൽബ് എന്ന് പറഞ്ഞാൽ കടുത്തുറച്ച കല്ലാണ്. ഫഖുലൂബുഹും കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ, അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ കടുത്തുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും കടുത്തുറച്ചിരിക്കുന്നു. അത് അള്ളാഹിന്റെ പ്രയോഗമാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവര് ചെറിയ കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം അൽബങ്ങൾക്കാണ്. അള്ളാഹു പറഞ്ഞതാണ്. ഇദൻ ലൈസ ഫീഹി റഹ്മത്തുൻ ലാ ലിൽ ഐതാം വലാ ലിൽ മസാകീൻ, അവന്റെ മനസ്സിൽ ഒരു കാരുണ്യമില്ല, യതീമക്കളോടില്ല, പാവങ്ങളോടുമില്ല. ഫഹുവ ഖാസിൻ ഖൽബ്, അവന്റെ കൽബ് കടുത്തുറച്ചു പോയിരിക്കുന്നു. ഈ പാവപ്പെട്ടവൻ ഭക്ഷണം നൽകാൻ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കൊടുക്കുന്നില്ല, അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോ അവന്റെ അജിസ് കൊണ്ട് കൊടുക്കാനുള്ള അവന്റെ അടുത്ത് ഇല്ലാതെ ചിലപ്പോ അങ്ങനെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ആളുകളോട് കൊടുക്കാനെങ്കിൽ പറയും. ഇത് കൊടുക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പം വേറെ ആളുകൾ കൊടുക്കുമ്പോൾ അവരെ മുടക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞില്ലേ, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അവർ പിശുക്കന്മാരാന്ന് മാത്രമല്ല ജനങ്ങളോട് അവർ പിശുക്കുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്യും. കൊടുക്കും, എന്തിനാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളില്ലേ. കൊടുക്കുന്ന ആളുകളെ വിലക്കുന്ന ആളുകളുമുണ്ട്. ചിലപ്പോ ആ അവസ്ഥയിൽ വരെ അവരെത്തും. സുമ്മ ഖാല അസ്സ വജൽ, അതിനുശേഷം അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈൽ ഹാദിഹി കലിമ വഈദ്, ഇത് താക്കീദിന്റെ വാക്കാണ്. വൈൽ എന്ന് പറഞ്ഞാൽ അത് കഠിനമായ താക്കീദിന്റെ വാക്കാണ്. വഹിയ തതകറർ ഫിൽ ഖുർആനി കസീറ, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഒരുപാട് തവണ വന്നിട്ടുള്ള വാക്കാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. മൂന്ന് തവണ ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് മുഖേന തുച്ഛമായ ദുനിയാവിന്റെ ലാഭം വാങ്ങുകയും എന്തിന് അള്ളാഹിന്റെ കയ്യിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും അത് മുഖേന ദുനിയാവിന്റെ തുച്ഛമായ താല്പര്യങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ, സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് എഴുതിയുണ്ടാക്കിയ വകയിൽ നാശം, അവർ സമ്പാദിച്ച വകയിൽ നാശം തുടങ്ങിയതും വവൈലുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള വാക്കാണ് വൈൽ എന്ന് പറഞ്ഞാൽ എന്ന വാക്ക്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞില്ല എന്നതുപോലെയുള്ള വാക്കുകൾ. فويل للمصلين هذه كلمة وعيد وهي تتكرر في القرآن كثيرا والمعنى الوعيد الشديد على هؤلاء. ഈ ആളുകൾക്ക് അള്ളാഹു കഠിനമായ താക്കീത് ചെയ്യുന്ന വാക്കാണിത്. നരകത്തിലെ ഒരു താഴ്വരയുടെ പേരാണത് എന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഫ്രാദൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ഹൗലാഇ മുസല്ലൂൻ, ഇവരാരാ? നിസ്കരിക്കാത്ത ആളുകളാ?
നിസ്കരിക്കാത്ത ആളുകളാ? അല്ല. പിന്നെയോ നിസ്കരിക്കുന്ന ആളുകൾ. ഹൗലായി മുസല്ലൂൻ, നിസ്കരിക്കുന്നവരാണ്. യുസല്ലൂന മഅന്നാസ്, ജനങ്ങളുടെ കൂടെ അവർ നിസ്കരിക്കുന്നു. ഔ അഫ്റാദൻ, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നു. ലാകിന്നഹും, പക്ഷേ അൻ സലാത്തിഹിം സാഹൂൻ, അവരാ നിസ്കാരത്തെക്കുറിച്ച് സാഹൂൻ ഐ ഗാഫിലുൻ അൻഹ, അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. ഈ അൻ എന്നല്ലാഹു പ്രയോഗിച്ചത് ശ്രദ്ധിക്കണം. ആ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലാ യുഖീമൂനഹ അലാ മാ യൻബഗി, എങ്ങനെയാണോ അത് നിർവഹിക്കേണ്ടത്, അത് നിലനിർത്തേണ്ടത്, ആ നിലക്കല്ല അവർ നിർവഹിച്ചിട്ടുള്ളത്. യുഅഖിറൂനഹ അനിൽ വഖ്തിൽ ഫാദിൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ അതിന്റെ സമയത്തിൽ നിന്ന് അവരതിനെ പിന്തിച്ചു കളിച്ചു. സമയത്ത് നിസ്കരിക്കില്ല. ഇതിനുള്ള ഒന്നാമത്തെ തഫ്സീർ അതാ. നിസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ തഫ്സീർ? അവർ അത് നേരത്തെ നിസ്കരിക്കാത്തവരാണ്. അവർക്ക് തോന്നി നേരത്തെ നിസ്കരിക്കുന്ന ആളുകളാണ്. അസ്സലാത്തു അലാ വഖ്തിഹാ, അത് തെറ്റിക്കുന്ന ആളുകളാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞില്ല, ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വഖ്ത് നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധ കാര്യമാണ്, മുഅ്മിനുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരം. ആ വഖ്ത് തെറ്റിച്ചളയുന്ന ആളുകളാണ്. അള്ളാഹു നബിമാരെ കുറിച്ച് പറഞ്ഞ ശേഷം സൂറത്ത് മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഫഖലഫ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം, ഈ സലഫിന് ശേഷം ചില ഖലഫുണ്ടായി. പ്രവാചകന്മാരായ മുൻഗാമികൾക്ക് ശേഷം ചില പിൻഗാമികൾ ഉണ്ടായി, ചവറുകൾ. അദാഉ സ്സലാ, നമസ്കാരം പാഴാക്കി കളഞ്ഞ ആളുകൾ. വത്തബഉ ശഹവാത്, അതിന്റെ പരിണിത ഫലം എന്താ? ഷഹവാത്ത് പിൻപറ്റും. നിസ്കാരം ഉപേക്ഷിച്ചോ ധമ്മാടിയായി താന്തോന്നിയായി അവൻ മാറും. സൗഫ യൽഖൗന ഗയ്യ, അതിന്റെ ദുരന്ത ഫലം, ശിക്ഷ അവരനുഭവിക്കും എന്ന് സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞു. അതാരാ? ഇതേപോലെ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത, അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യാത്ത. അതാണ് ഒന്നാമത്തെ തഫ്സീർ. രണ്ട്, ലാ യുഖീമൂന റുകൂഅഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുഊദഹ. നിസ്കാരത്തിൽ പറഞ്ഞ ഈ റുക്നുകൾ ഉണ്ടല്ലോ, റുകൂഅ്, സുജൂദ്, നൃത്തം, അതുപോലെ ഇരുത്തം, ഇതൊന്നും മര്യാദക്ക് ചെയ്യാത്ത ആളുകളാണ്. മനസ്സിലല്ലോ? അതും ഇതിൽപ്പെടും, ഈ പറഞ്ഞതിൽ പെടും. മര്യാദക്ക് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ, കോഴി ഒത്തുന്നത് പോലെ നിസ്കരിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളോട് എന്താ പറഞ്ഞത്? ഫഇന്നക ലം തുസല്ലി എന്ന് പറഞ്ഞില്ലേ? ഇവ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചവനോടാണ് ഈ പറയുന്നത്. നിസ്കാരം ശരിയായിട്ടില്ല, തുമഅനീനത്തില്ല, അടങ്ങേണ്ട സ്ഥലത്ത് അവൻ അടങ്ങിയിട്ടില്ല. ഇത് അപ്പൊ ഒന്നെന്താ പറഞ്ഞത്? നേരത്തെ നിസ്കരിക്കൂല. പിന്നെന്താ? റുകൂഉം സുജൂദൊന്നും മര്യാദക്ക് ചെയ്യുന്നില്ല. അടുത്തത്, ലാ യഖറഊന മാ യജിബു ഫീഹാ മിൻ ഖിറാഅത്തിൻ സവാഅൻ കാനത് ഖുർആനൻ ഔ ദിക്റൻ. അള്ളാഹു ഓതാൻ പറഞ്ഞിടത്ത് മര്യാദക്ക് ഓതുന്നില്ല, ദിക്ർ ചൊല്ലാൻ പറഞ്ഞ സ്ഥലത്ത് മര്യാദക്ക് ചൊല്ലുന്നില്ല. ഇദാ ദഖല ഫീ സ്വലാത്തിഹി ഫഹുവ ഗാഫിലുൻ, അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവൻ അശ്രദ്ധനാണ്. ഖൽബുഹു യതജവ്വലു യമീനൻ വശിമാല, അവന്റെ കൽബ് ഇവിടെ നിസ്കാരത്തിലല്ല, വലത്തും അടുത്തൊക്കെ ചുറ്റിക്കളിക്കാൻ. ഫഹുവ സാഹിൻ അൻ സ്വലാത്തിഹി, അവൻ അവന്റെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധനാണ്. വഹാദ മസ്മൂം, ഇത് ആക്ഷേപാർഹനാണ് ഇവൻ. അല്ലദി യസ്ഹു അനി സ്വലാത്ത്, സ്വന്തം നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധനായവൻ. വയഗ്ഫുലു അൻഹാ വയതഹാവന ബിമാ ലാ ശക്ക അന്നഹു മസ്മൂം, അതിന്റെ കാര്യം അവന് നിസ്സാരമാണ്, ഒരു ശ്രദ്ധയില്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ. മനസ്സിലല്ലോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉള്ളിലെ അശ്രദ്ധ ഇതിന്റെ ഭാഗമായി വരും. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള അശ്രദ്ധ ഇതിന്റെ ഭാഗമായി വരും. പക്ഷെ ആദ്യം വരുന്നത് എന്താണ്? വഖ്ത് നിസ്കരിക്കാതിരിക്കുക, അതിന്റെ റുക്നുകൾ പാലിക്കാതിരിക്കുക, നിർബന്ധമായ നിസ്കാരത്തിലുണ്ടായ പാലിക്കാതിരിക്കുക. അവൻ നിസ്കാരത്തിൽ അശ്രദ്ധനുമാണ്, അവന്റെ നിസ്കാരത്തിൽ അവൻ അശ്രദ്ധനുമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അമ്മസാഹി ഫീ സ്വലാത്തിഹി, എന്നാൽ അള്ളാഹ് എന്താ പറഞ്ഞാൽ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഒരു തബഉ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഇബ്നു കസീർ വായിക്കും, അതൊക്കെ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ലം യഖുൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയാത്ത അള്ളാഹ്ക്ക് സ്തുതി. കാരണം അതെന്താ? നിസ്കാരത്തിന്റെ ഉള്ളിൽ ഉണ്ടായി പോകുന്ന അശ്രദ്ധ ഉണ്ടല്ലോ, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നത്,
അതല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അൻ സലാത്തിഹിം എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് സ്തുതി എന്ന് മുൻഗാമികൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതും അതിൽ പെടും. നിസ്കാരത്തിൽ അശ്രദ്ധ ചില സന്ദർഭങ്ങളിൽ അതും പെടും. എന്നാൽ സാധാരണ നിലക്ക് ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ഒരാൾ അയാളുടെ നിസ്കാരത്തിൽ മാനുഷികമായി ഉണ്ടാകുന്ന അശ്രദ്ധ അത് ഇതിൽ പെടുകയില്ല. വഹാദ ലാ യുലാം, അങ്ങനെയുള്ള ആളുകൾ അവർ ആക്ഷേപാർഹരല്ല. ഫൽ ഫർഖു ബൈനഹുമാ, തമ്മിലുള്ള വ്യത്യാസം അന്ന സാഹി ഫിസ്സലാത്ത് എന്ന് പ്രയോഗിച്ചാൽ നിസ്കാരത്തിൽ അശ്രദ്ധനാണ് എന്ന് പറഞ്ഞാൽ മഅനാഹു അന്നഹു നസിയ ശൈഅ, എന്തെങ്കിലും ഒന്ന് അവൻ മറന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. നസിയ അദദ റക്അത്ത്, ചിലപ്പോൾ അവൻ എന്ത് ചെയ്തു നിസ്കാരത്തിന്റെ റക്അത്ത് മറന്നുപോയി. നസിയ ശൈഅൻ മിനൽ വാജിബാത്ത്, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വാജിബായ നിർബന്ധമായ കാര്യം അയാളെ മറന്നുപോയി. വമാ അശ്ബഹ ദാലിക്, അല്ലെങ്കിൽ അതുപോലുള്ളത്. വലിഹാദാ, അതുകൊണ്ടാണ് വഖഅ വസ്സഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോയിട്ടുണ്ടല്ലോ അല്ലേ? 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിച്ചു പോയില്ലേ? സഹാബിമാർ തിരുത്തി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറന്നുപോകും. അങ്ങനെയല്ലേ സഹവിന്റെ സുജൂദ് അല്ലേ? അങ്ങനെയാണ്. വഹുവ അശദ്ദു الناس ഇഖ്ബാലൻ അലാ സ്വലാത്തിഹി, ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആണ്. ബൽ ഇന്നഹു ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺകുളിർമെന്തിലാണ് നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൽ അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ എപ്പോഴെങ്കിലും പറ്റുന്ന ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പറ്റിപ്പോകുന്ന ഒരു അശ്രദ്ധ അല്ല അള്ളാഹു ഈ ആയത്തിൽ വൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അതും അതിന്റെ ഭാഗമാകും. നേരത്തെ പറഞ്ഞ മുനാഫിഖ് അങ്ങനെ കൂടിയാണ്, അവനതും കൂടിയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഖുശൂ പാലിക്കേണ്ടതാണ്. പക്ഷേ ഒറ്റയടിക്കെന്ത് പറയാൻ പാടില്ല, നിസ്കാരത്തിൽ പിന്നെ അശ്രദ്ധനായി പോയ ഒരാൾ ഈ വയിൽ അള്ളാഹ് പറഞ്ഞ ഈ താക്കീദിന് ബാധകമാണ് എന്ന് പറയാൻ പാടില്ല. വമഅ ദാലിക സഹാ ഫി സ്വലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടൊപ്പം ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി മറന്നുപോയിട്ടുണ്ട്. ലിഅന്ന അസ്സഹ്വ ഫി ശൈഇ മഅനാഹു അന്നഹു നസിയ ശൈഅൻ അലാ വജ്ഹിൻ ലാ യുലാമു അലൈഹി, കാരണം ഒരു കാര്യത്തിൽ അതിൽ അശ്രദ്ധനാണ്, ഫീ സ്വലാത്തിഹിൻ സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനുള്ളിൽ എന്തെങ്കിലും മറന്നുപോയതാ. അമ്മ സാഹി അൻ സ്വലാത്തിഹി ഫഹുവ മുതഅമ്മിദുൻ ലിത്തഹാവുനി ഫീ സ്വലാത്തിഹി, എന്നാൽ അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞവൻ തീരുമാനിച്ചിറങ്ങിയവനാണ് അങ്ങനെ നിസ്കരിക്കാൻ, അവൻ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീന ഹും യുറാഊൻ, ആളുകൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ്. അപ്പോൾ ഒരു ശ്രദ്ധയില്ല. ഒരുപാട് തഫ്സീറുകളും മുൻഗാമികൾ അതിന് നല്ല വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും, മനസ്സിലായല്ലോ. അതിന് നല്ല നമ്മുടെ മനസ്സിൽ പതിയുന്ന വിശദീകരണങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ومن السهو عن الصلاة أولئك القوم الذين يدعون الصلاة مع الجماعة, ഈ സഹവിൽപ്പെട്ടതാണ് നിസ്കാരം, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കൽ. الذين هم عن صلاتهم ساهون, തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്നതിൽ പെടും. എന്ത്? ജമാഅത്തിന് പോകാതിരിക്കൽ, അവനതിൽ പെടും, യാതൊരു സംശയമില്ല. അള്ളാഹു പറഞ്ഞിട്ടുള്ള ശറഈയായ ഉസ്ർ ഇല്ലെങ്കിൽ, മനസ്സിലല്ലോ, രോഗമോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, മനസ്സിലല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉസ്റുണ്ടെങ്കിൽ, പള്ളി വളരെ ദൂരെയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഉസ്റിൽ അവൻ പെടും, അല്ലെങ്കിൽ ജമാഅത്തിൽ അവൻ പോയിരിക്കണം. ومن السهو عن الصلاة أولئك القوم الذين يدعون الصلاة مع الجماعة فإنهم لا شك عن صلاتهم ساهون فيدخلون في هذا الوعيد. ഈ പറഞ്ഞ താക്കീത് അവർക്ക് ബാധകമാണ്. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون. أيضا إذا فعلوا الطاعة فإنما يقصدون بها التزلف إلى الناس. അതുമാത്രമല്ല, ഈ ആളുകൾ നിസ്കാരം എന്ന അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ ഈ താഅത്ത്, ഈ അനുസരണം, അത് ചെയ്താൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ആരിലേക്ക് അടുക്കാനാണ്? അല്ല, തസല്ലുഫ് ഇലന്നാസ്, ജനങ്ങളിലേക്ക് അടുക്കാനാണ് ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത്, അള്ളാഹിലേക്ക് അടുക്കാനല്ല. വഅൻ യകൂന ലഹും ഖീമത്തുൻ ഫിൽ മുജ്തമഅ, സമൂഹത്തിൽ അവർക്കൊരു വിലയുണ്ടാകണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കാൻ 5 നേരം പള്ളിയിൽ വരും എന്ന ആളുകൾ പറയണം, 5 നേരം നിസ്കരിക്കുന്നവരാണ് എന്ന് പറയണം. അതിനുവേണ്ടി ലൈസ ഖസ്ദുഹും അത്തഖറുബ് ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതല്ല അവർ ഉദ്ദേശം. ഫഹാദൽ മുറാഇ യതസദ്ദഖ് മിൻ അജ്ലി അൻ യഖൂല അന്നാസ് മാ അക്രമഹു, ഈ പറയുന്നവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ദാനം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ അവനെ കുറിച്ച് പറയാൻ. മാ അക്രമഹു, എന്തൊരു ഔദാര്യവാനാണ് അയാൾ, അയാൾ കൊടുക്കുന്ന പോലെ ആരും ഈ നാട്ടിൽ വേറെ കൊടുക്കൂല
എന്ന് പറയാൻ വേണ്ടി. ഹാദൽ മുസല്ലി യുഹ്സിനു സലാതഹു മിൻ അജ്ലി അൻ യഖൂല അന്നാസ് മാ അഹ്സന സലാതിഹി വമാ അശ്ബഹ ദാലിക്. എന്താ അയാളെ നിസ്കാരം, അയാളത്രയും നല്ല നിസ്കരിക്കുന്ന വേറെ ആരുമില്ല എന്നതുപോലെയുള്ള വർത്താനം ആളുകൾ പറയാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ അടിസ്ഥാനം അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം എന്നുള്ളതാണ്. ലാകിൻ യുരീദുന മഅ ദാലിക അൻ യഹ്മദഹും അന്നാസ് അലൈഹ. പക്ഷെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇബാദത്ത് കൊണ്ട് അവരെ ജനങ്ങൾ അവരെ മദ്ഹ് പറയണം, അവരെ പുകഴ്ത്തണമെന്നാണ്. വയതഖറബൂന ഇല الناس ബിതഖറബിഹിം ഇല അല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കുന്ന കാര്യം കൊണ്ട് അവർ ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. ഹൗലാഇ ഹുമുൽ മുറാഊൻ. അവരാണ് ഈ ആളെ കാണിക്കുന്ന പ്രകടനത്തിന്റെ ആളുകൾ. അമ്മാ മൻ യുസല്ലി ലിഅജലിൻ നാസ് എന്ന വേറൊരു വ്യത്യാസമുണ്ട്. അവന്റെ നിസ്കാരം തന്നെ ആ ഇബാദത്ത് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾ. ഏതുപോലെ? അന്നഹു യുസല്ലി ബൈന യദയിൽ മലിക്. ഒരു രാജാവിന്റെ മുന്നിൽ ഒരാൾ നിസ്കരിക്കാൻ മസലൻ അല്ലെങ്കിൽ ഔ ഗൈറഹു, രാജാവല്ലാത്ത മറ്റാർക്കും വേണ്ടി, യഖ്ലഉ ലഹു റുകൂഅൻ ഔ സുജൂദൻ. ഏതെങ്കിലും രാജാവിനോ നേതാവിനോ വേണ്ടി അയാളെ മുന്നിൽ റുക്കുവോ സുജൂദോ, അതിന് റുക്കു സുജൂദ് എന്ന് പറയണമെന്നില്ല, ആ പ്രവൃത്തി ചെയ്താൽ മതി. അയാളെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് മുന്നിൽ തലകുനിച്ചാൽ, സുജൂദ് പോലുള്ളത് ചെയ്താൽ, ഫഹാദാ മുശ്രികുൻ കാഫിറുൻ ഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നല്ല, പിന്നെ ആൾക്ക് വേണ്ടി തന്നെ ചെയ്യാൻ. ആൾ ദൈവങ്ങളുടെയോ ഖബറിന്റെയോ ഒക്കെ മുന്നിൽ ഇങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന നരകം ശാശ്വതമായി കിട്ടുന്ന സ്വർഗം ഹറാമാകുന്ന മുശ്രിക്കും കാഫിറുമാണവൻ. ലാകിൻ ഹാദാ യുസല്ലി ലില്ലാഹ് മഅ മുറാഅത്തി അൻ യഹ്മദഹു الناس على عبادته على انه عابد لله عز وجل وهذا يقع كثيرا في المنافقين. എന്നാൽ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി തന്നെ അസ്ലി, പക്ഷേ അതിന്റെ കൂടെ ഒന്നിച്ചവൻ എന്തുദ്ദേശിക്കുന്നു? ആളുകൾ കാണണം. ഇത് കൂടുതലും സംഭവിക്കുന്നത് ആരിലാണ്? ഫിൽ മുനാഫിഖീൻ. ആരിലാണ്? മുനാഫിക്കുകളിലാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തുൻ നിസായിലെ 142-ാമത്തെ ആയത്തിൽ, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു ഖുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നിസ്കാരത്തിൽ നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ അള്ളാനെ ഓർക്കുന്നില്ല, കുറച്ചു മാത്രമല്ലാതെ. മുഅ്മിനുകളോ അള്ളാനെ ധാരാളമായി ഓർക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അള്ളാനെ ധാരാളമായി ഓർക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ഉൻദുർ ഇലാ ഹാദൽ വസ്ഫ് ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. ഈ വിശേഷണം ഒന്ന് ശ്രദ്ധിക്ക്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാ, അവർ നിസ്കാരത്തിൽ നിന്നാൽ അശ്രദ്ധരായിട്ടാണ് നിൽക്കുന്നത്. ഇദൻ ഹും അൻ സലാത്തിഹിം സാഹൂൻ യുറാഊന അന്നാസ്. അപ്പൊ അവരെ കുറിച്ച് ഈ വസ്ഫ് അള്ളാഹ് പറഞ്ഞ ഈ വിശദീകരണം ഫിറ്റാണ്. വഹുനാ യഖൂലുല്ലാഹു അസ്സ വജല്ല, ഇവിടെ അള്ളാഹു പറയുന്നു അല്ലദീന ഹും യുറാഊൻ ഫഹൽ അല്ലദീന യുസമ്മിഊന മിസ്ലഹും. ഷെയ്ഖ് ചോദിക്കാണ്, ഇത് കാണിക്കാൻ വേണ്ടി, കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ ഇവരെ പോലെയാണോ? യാനി ഇൻസാനൻ യഖറഉ ഖുർആനൻ, ഒരാൾ ഖുർആൻ ഓതുന്നു, വയജ്ഹർ ബിൽ ഖിറാഅ, ഒച്ചത്തിൽ ഓതുക, വയുഹ്സിനുൽ ഖിറാഅ, നന്നായി ഓതുക, വയുഹ്സിനുൽ അദാഅ വസ്സൗത മിൻ അജ്ലി അൻ യുഖാൽ മാ അഖറഅ. എന്താ അയാൾ ഓത്ത്, മക്കത്താരോ ഓതുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള വാക്കുകൾ ഒരാളെ പറ്റി പറയാൻ വേണ്ടി അയാൾ നന്നാക്കി ഓതുകയാണ് ഒച്ചത്തിൽ. ഇത് കാണിക്കാനല്ല, പിന്നെന്താ? കേൾപ്പിക്കലാണ്. ഇത് ഒരുപോലെയാണോ? അൽ യകൂനു മിസ്ലല്ലദി യുറായി, കാണിക്കുന്ന ആളെ പോലെ തന്നെയാണ് ഈ കേൾപ്പിക്കുന്ന ആളും. അൽ ജവാബ്, ഉത്തരം നഅം, അതെ അങ്ങനെ തന്നെയാണ്. കമാ ജാഅ ഫിൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ റാഅ റാഅ അല്ലാഹു ബിഹി. അതിന്റെ അനന്തരഫലം ഇതാണ്. ആളുകൾ കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടി ചെയ്താൽ അതിന്റെ അനന്തരഫലം സുബ്ഹാനല്ലാഹ്, പരലോകത്തോൻ എന്തായാലും കിട്ടൂല, ഉറപ്പല്ലേ? അള്ളാഹു അവനെ ശിക്ഷിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹദീസ് കേട്ടിട്ടില്ലേ? നന്നായി ഓതുന്ന ഒരാളെ, അതുപോലെ തന്നെ ഇൽമ് പഠിപ്പിക്കുന്ന ആളെ, എന്തിനു വേണ്ടിയാ? ആളുകൾ അയാള് വലിയ ആലിമാണെന്ന് പറയാൻ വേണ്ടി. പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാണെന്ന് ആളുകൾ മനസ്സിലാക്കിയ ഒരാൾ, അയാൾ യുദ്ധം ചെയ്ത് എന്തിനാ? ഞാൻ വലിയ ധീരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി. ദാനം ചെയ്ത ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം നിലത്തുകുത്തി വലിച്ചയച്ച് നരകത്തിലിടുന്നാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതിന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട ആളുകൾ, അതാണ് പരലോകത്ത് അവന്റെ പ്രതിഫലം. എന്നാൽ ഇഹലോകത്തോ? ഇഹലോകത്ത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള മൻ സമ്മഅ, ആരെങ്കിലും ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്താൽ സമ്മഅ അല്ലാഹു ബി,
അവൻ അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു അവരെ കേൾപ്പിക്കും. അവർക്ക് മനസ്സിലാവും അവൻ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ശ്രുതി കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ അവൻ വെറും ഷോ ആണെന്ന് ആളുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. ജനങ്ങൾ പറയും അവൻ ആളുകളെ കാണിക്കുന്ന, അവനങ്ങനെ പ്രകടിപ്പിക്കുന്ന, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളാണ് എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചെയ്തവന് ഇഹലോകത്തുമില്ല പരലോകത്തുമില്ല. ഇഖ്ലാസിന് മാത്രമേ അള്ളാഹു വിജയം കൊടുക്കുള്ളൂ. വൽമഅന, അതിന്റെ അർത്ഥം മൻ സമ്മഅ ഫളഹഹു അല്ലാഹു ബൈനന്നാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൊലിയുരിക്കും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തവന്റെ ജനങ്ങൾക്കിടയിൽ. അതുപോലെ ജനങ്ങൾ പറയുന്ന റജുല ലൈസ മുഖ്ലിസ, അവൻ ഇഖ്ലാസ് ഇല്ലാത്തവനാണെന്ന് ആളുകളും മനസ്സിലാക്കും. വലാകിന്നഹു യുരീദു അൻ യസ്മഅഹു الناس ഫയംദഹൂഹു അലാ ഇബാദതി. ഇവൻ ഉദ്ദേശിക്കുന്ന എന്താ? ആളുകൾ കാണണം, ആളുകൾ അവനെ പൊക്കി പറയണം. വമൻ റാഅ കദാലിക റാഅ അല്ലാഹു ബി, കാണിക്കാൻ ചെയ്താൽ അങ്ങനെ തന്നെ, കേൾപ്പിക്കാൻ ചെയ്താൽ അങ്ങനെ തന്നെ. ഫൽ ഇൻസാനു അല്ലദി യുറാഇ الناس ഔ യുസമ്മിഉ الناس സൗഫ യഫ്ളഹുഹു അല്ലാഹ് വസൗഫ യതബയ്യനു അംറുഹു ഇൻ ആജിലൻ അം ആജില. അള്ളാഹു ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു അവനെ കുറിച്ച് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ശൈഖ് പറയുകയാണ്, മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ റാഅ അല്ലാഹു ബിഹി. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ റാഅ അല്ലാഹു ബിഹി. ആരെങ്കിലും ശ്രുതിക്ക് വേണ്ടി, കീർത്തിക്ക് വേണ്ടി, ആളുകൾ സംസാരിക്കുവാൻ വേണ്ടി, ആളുകളെ കേൾപ്പിക്കാൻ എന്തെങ്കിലും ചെയ്താൽ അവൻ അതിനു വേണ്ടിയാണ് ചെയ്തതെന്ന് അള്ളാഹു അവരെ കേൾപ്പിക്കും. അവൻ റാഅ, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ ചെയ്താൽ കാണിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്തതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാണിക്കും. വൽമഅന മൻ സമ്മഅ ഫദ്ദഹഹു അല്ലാഹ് വബയ്യന ലിന്നാസി അൻ റജുൽ ലൈസ മുഖ്ലിസ. ഇവൻ ഇഖ്ലാസ് ഉള്ളവനല്ലെന്ന് അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും, അവന്റെ തൊലിയുരിക്കും. വലാകിന്നഹു യുരീദു അൻ യസ്മഉഹു الناس ഫയംദഹൂഹു അലാ ഇബാദതിഹി. അവൻ വിചാരിക്കുന്നത് ആളുകളൊക്കെ അവന്റെ ഇബാദത്ത് കണ്ട് ഇതൊക്കെ കേട്ട് അവനെ പുകഴ്ത്താനാണ്, അവന്റെ ഇബാദത്തിന്റെ പേരിൽ. കാണിക്കാൻ ചെയ്തവന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വസൗഫ യതബയ്യനു അംറുഹു ഇൻ ആജിലൻ അം ആജിലൻ. ആജിൽ അല്ലെങ്കിൽ ആജിൽ, എന്താ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ആജിൽ ഇഹലോകം, ആജിൽ പരലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നോട് എല്ലാ ഖൈറും ചോദിക്കുന്നു, ഈ ലോകത്തെ ഖൈറും പരലോകത്തെ ഖൈറും, എനിക്ക് അറിവുള്ള ഖൈറും എനിക്കറിയാത്ത ഖൈറും. വഅഊദു ബിക മിനശ് ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. എല്ലാ ഷർറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു, ഈ ലോകത്തെ ഷർറും പരലോകത്തെ ഷർറിൽ നിന്നും, എനിക്ക് അറിവുള്ള ഷർറും അറിവില്ലാത്ത ഷർറിൽ നിന്നും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശർരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ നിന്നോട് എന്തൊക്കെ ഖൈർ ചോദിച്ചിട്ടുണ്ടോ ആ ഖൈറൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നിൽ എന്തൊക്കെ ഷർറിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ടോ ആ ഷർറിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. أعوذ بك من شر ما عاد به عبدك ونبيك. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل. അള്ളാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വാക്കും എല്ലാ പ്രവൃത്തിയും. أعوذ بك من النار وما قرب إليها من قول أو عمل. നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ ഖൗലിൽ നിന്നും അമലിൽ നിന്നും. وأسألك أن تجعل كل قضاء قضيته لي خيرا. നീ എൻ്റെ കാര്യത്തിൽ വിധിച്ച എല്ലാ വിധിയും എനിക്ക് ഖൈറാക്കി തീർക്കണേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. ജവാമിഉൽ കലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിരിക്കുന്നു, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പറയാനുള്ള കഴിവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവ്. പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്, ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകൾ കൊണ്ട് കുറേ നേരം ഒരു ആബിദായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഒരു വിവരമുള്ള ഒരാൾക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആജിൽ ഇതിലേതെങ്കിലും ഒന്നിൽ അള്ളാഹു അവന്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തും. വയംനഊന അൽ മാഊൻ, അവരെന്ത് ചെയ്യാണ്? മാഊൻ തടഞ്ഞു വെക്കുകയാണ്, കൊടുക്കാതെ. യംനഊന മാ യജിബു ബദ്ലുഹു മിനൽ മവാഇൻ വഹിയൽ അവാനി. മാഊൻ എന്ന് പറഞ്ഞാൽ അവാനി, പാത്രങ്ങൾ. അതാണ് യാനി യഅതിൽ ഇൻസാൻ ഇലൈഹിം യസ്തഈറു ആനിയ. ഒരാൾ ഇയാളുടെ അടുത്തേക്ക് വരികയാണ്, ഈ പറയപ്പെട്ട അള്ളാഹു ശപിച്ച ആളുകളുടെ അടുത്തേക്ക് വരികയാണ് ഒരു പാത്രത്തിന് ചോദിച്ചുകൊണ്ട്. യസ്തഈർ, കടം ചോദിക്കാൻ, തിരിച്ചു വരും സാധനം, ഒരു നഷ്ടം ഇയാൾക്ക് പറ്റുന്നില്ല. യഖൂലു അന മുഹ്താജുൻ ഇലാ ദൽവിൻ, വന്നിട്ട് പറയാം എനിക്കൊന്ന് ഒരു ബക്കറ്റ് വേണം. ഔ മുഹ്താജ് ഇലാ ഇനാഇൻ അശ്റബു ബിഹി, ഒരു പാത്രം നോട്ടൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഔ മുഹ്താജ് ഇലാ മിസ്ബാഹ് കഹ്റുബ, ഒരു ലൈറ്റ് ഒന്ന്, ഒരു ടോർച്ചൊന്ന് വേണം, ലൈറ്റ് ഒന്ന് വേണം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള നിസ്സാരമായ പരോപകാര വസ്തുക്കൾക്ക് വേണ്ടി ആളുകൾ വരും. വമ അശ്ബഹ് ദാലിക്, അതുപോലുള്ളത് കൊടുത്താൽ തിരിച്ചു തരും, എന്നാൽ അയാൾക്ക് ഉപകാരമുണ്ട്. ഫയംന, അപ്പം ഇയാൾ അത് കൊടുക്കാതെ മുടക്കും, തടസ്സം പറയും. ഫഹാദ ഐളൻ മദ്മൂം, ഇത് ആക്ഷേപാർഹമായ കാര്യമാണ്. വമനുൽ മാഊൻ യൻഖസിം ഇലാ ഖിസ്മൈൻ, മാഊൻ കൊടുക്കാതിരിക്കൽ എന്ന കാര്യം അത് രണ്ട് തരത്തിലാണുള്ളത്. അൽ ഖിസ്മുൽ അവൽ, ഒന്നാമത്തേത് ഖിസ്മുൻ യഅ്സമു ബിഹിൽ ഇൻസാൻ. ഒന്നാമത്തേത് കൊടുക്കാതിരുന്നാൽ ഈ മനുഷ്യന് അവൻ കുറ്റം കിട്ടും, അവൻ അതിന്റെ കൊടുക്കാതിരുന്ന കാരണത്താൽ ഒരു പാപം രേഖപ്പെടുത്തപ്പെടും. അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ ഖിസ്മുൻ ലാ യഅ്സമു ബിഹി ലാകിൻ യഫൂതുഹുൽ ഖൈർ, ഇയാൾക്ക് ഒരു പാപം രേഖപ്പെടുത്തപ്പെടുകയില്ല, പക്ഷെ അയാൾക്ക് ഖൈർ നഷ്ടപ്പെട്ടു കൊടുക്കാതിര. അങ്ങനത്തേതാണ് രണ്ടാമത്തെ ഖിസ്ം. فما وجب بذله فإن الإنسان يأثم بمنعه وما لم يجب بذله فإن الإنسان لا يأثم بمنعه لكن يفوته الخير. വാജിബായതാണ് എങ്കിൽ അയാൾ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടും. വാജിബല്ലെങ്കിൽ അയാൾക്ക് ഖൈർ നഷ്ടപ്പെടും, പക്ഷെ പാപം ഉണ്ടാകുകയില്ല. മിസാലു ദാലിക്, അതിന്റെ ഉദാഹരണം പറയാണ്, ശ്രദ്ധിക്കുക. ഇൻസാനുൻ ജാഅഹു റജുലുൻ മുദ്തറുൻ യഖൂൽ അഅ്തിനി മാഅൻ അശ്റബു ഫഇൻ ലം അശ്റബ് മിത്തു. ഒരാൾ പറയാണ്, ഒരാൾ വന്നു പറയണം, അയാൾ ആകെ മുദ്തറായി ഗതികെട്ടിട്ടാണ് വന്നിട്ടുള്ളത്, കുറച്ച് വെള്ളം തരണം, വെള്ളം തന്നിട്ടില്ല ഞാൻ ഇപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. ഫബദ്ലുൽ ഇനാഇ ലഹു വാജിബുൻ യഅ്സമു ബിതർകിഹിൽ ഇൻസാൻ. ആ സമയത്ത് അയാൾക്ക് പാത്രം കൊടുക്കൽ, വെള്ളം കൊടുക്കൽ വാജിബാണ്. കൊടുത്തില്ലെങ്കിലോ അയാൾക്ക് പാപം രേഖപ്പെടുത്തപ്പെടും. ഹത്താ ഇന്ന ബഅ്ളൽ ഉലമാഇ യഖൂൽ, എന്ന് മാത്രമല്ല ചില ഉലമാക്കൾ ഇത്രത്തോളം പറഞ്ഞു, ലൗ മാത ഹാദൽ ഇൻസാനു ഫഇന്നഹു യദ്മനുഹു ബിദ്ദിയ. ഇയാൾ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് കൊടുക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ മരിച്ചതിന് ദിയ കൊടുക്കണം ഈ മനുഷ്യൻ. ദിയ എന്താ? ബ്ലഡ് മണി. മനഃപൂർവ്വം അല്ലാതെ അബദ്ധത്തിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ എന്തുവാണോ അതിന് ദിയ കൊടുക്കണമല്ലോ അയാൾക്ക്. പിന്നെ അതിനുള്ള നഷ്ടപരിഹാരം അയാളുടെ കുടുംബത്തിന് കൊടുക്കണം, അല്ലേ? ഖതാ, അതാണ് ഖതാ എന്ന് പറയുക, അബദ്ധത്തിൽ കൊലപ്പെടുത്തുക. അബദ്ധത്തിൽ അയാളെ കൊല്ലാൻ വേണ്ടി ചെയ്തൊന്നല്ല. ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ തട്ടി ഒരാൾ മരിച്ചുപോയി, അയാളെ കൊല്ലണം, നമുക്ക് മുമ്പ് പരിചയമേ ഇല്ല, പക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അയാൾക്ക് ദിയ കൊടുക്കണമല്ലോ. നാളെ പരലോകത്ത് ഇയാൾക്ക് ശിക്ഷ ഉണ്ടാവുമോ ആ കൊന്നതിന്റെ പേരിൽ? ഉണ്ടാവില്ല എന്നാണ്. അത് അതിന്റെ ഹുക്കം അങ്ങനെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എനിക്ക് തന്നിരിക്കുകയാണ്, എൻ്റെ ഉമ്മത്തിൽ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, അൽ ഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു ഇലൈഹി, അബദ്ധത്തിൽ പറ്റിപ്പോയതും, അതായത് ഇറാദത്ത്, അയാൾ ഉദ്ദേശം വേറെന്തോ വിചാരിച്ച് ചെയ്തതാണ്, പക്ഷെ പറ്റിയത് ഇങ്ങനെയാണ്. അതാണ് ഖതഅ എന്ന് പറഞ്ഞാൽ. അയാൾ ഉദ്ദേശം അതായിരുന്നില്ല. രണ്ടാമത്തത് മറന്നുകൊണ്ട് ചെയ്തിട്ട് ഓർമ്മയില്ല, അത് അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. വമസ്തുക്രിഹു ഇലൈഹി, അതുപോലെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചത്. ഇത് മൂന്നും അള്ളാഹു എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷെ ഖതഇന് ഈ ലോകത്ത് ദിയ കൊടുക്കേണ്ടി വരും. അത് വ്യത്യാസം. ഒരാൾ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയാൽ ദിയ കൊടുക്കണം. ആ ദിയ കൊടുക്കേണ്ടി വരും എന്നാണ്. ഇങ്ങനെ ഉള്ള മാവൂൻ, ഒരാൾ വെള്ളം ചോദിച്ചു വന്നു, വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ അയാൾ മരിച്ചുപോയി,
അയാളുടെ ദിയ കൊടുക്കണം, ഇയാൾ പിന്നെ അതിന് ഉത്തരവാദിയാണെന്നുള്ള നിലക്ക് എന്ന് വരെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. ലിഅന്നഹു ഹുവ സബബു മൗതിഹി, കാരണം ഇയാളാണ് അയാളുടെ മരണത്തിന് കാരണം. വയജ്ബു അലൈഹി ബദ്ലു മാ തലബഹു, അതുകൊണ്ട് അയാൾ ആവശ്യപ്പെട്ടത് കൊടുക്കണം. ഫയജിബു അലൽ മർഇ അൻ യൻദുറ ഫീ നഫ്സിഹി ഹൽ ഹുവ മിമ്മൻ ഇത്തസഫ ബിഹാദിഹി സിഫാത്തി അം ലാ. ഇനി അങ്ങനെ വാജിബല്ലാത്താണെങ്കിലും ഖൈർ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ നോക്കണം, അള്ളാഹു ഈ വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ അവനിലുണ്ടോ, ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചു വന്നാൽ കൊടുക്കലാണോ കൊടുക്കാതിരിക്കലാണോ നമ്മുടെ സ്വഭാവം ആലോചിക്കുക. ഇൻ കാന മിമ്മൻ ഇത്തസഫ ബിഹാദിഹി സിഫാത്ത് ഖദ് അദാഅ അസ്സലാത വസഹാ അൻഹാ വമനഅ അൽ ഖൈറ അനിൽ ഗൈർ ഫലിയതുബ് വലിയർജഅ ഇലല്ലാഹ്. നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാണ്, ആ കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ, തോന്നിയ നേരത്താണ് നിസ്കാരം, സുബ്ഹാനല്ലാഹ് വലിയ തെറ്റാണ്. സുബഹി നമസ്കാരം പൊതുവെ നമ്മുടെ ഉമ്മത്തിന് ആളുകൾക്ക് വലിയ അബദ്ധം സംഭവിക്കുന്ന വിഷയമാണ്. സ്ഥിരമായി സുബഹി ജമാഅത്ത് ഒഴിവാക്കുന്ന ആളുകൾ സ്ഥിരമായി അങ്ങനെ ഉറങ്ങിപ്പോകാൻ പാടുണ്ടോ? ഇല്ല. ചിലപ്പോൾ എപ്പോഴെങ്കിലും വിരലെണ്ണാവുന്ന ദിവസങ്ങളിൽ അങ്ങനെ വളരെ അപൂർവമായി നമ്മൾ ഉറങ്ങിപ്പോയേക്കാം. പക്ഷെ സ്ഥിരമായിട്ടാണെങ്കിൽ അത് ഉറങ്ങിപ്പോകുന്നതല്ല, അത് ഉറങ്ങുന്നതാണ്. അയാൾ വലിയ അപകടത്തിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വീടുകൾ അടക്കം സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ അവർ ഞാൻ കത്തിച്ചു കളഞ്ഞേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും കാഫിറുകൾക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ കാഫിറായി പോയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ ഫലിയതുബ് വലിയർജഅ ഇലല്ലാഹ്. പരോപകാര വസ്തുക്കൾ തടയുന്ന ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യുക. വഇല്ലാ ഫൽയുബ്ശിർ ബിൽ വൈൽ, അല്ലെങ്കിൽ വൈൽ എന്ന അള്ളാഹുവിൻ്റെ ഈ താക്കീത് കൊണ്ടവൻ സന്തോഷ വാർത്ത അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഫൽയുബ്ശർ ബിൽ വൈൽ, അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടട്ടെ. വൽഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വഇൻ കാന ഖദ് തനസ്സഹ അൻ ദാലിക ഫൽയുബ്ശർ ബിൽ ഖൈർ. ഇതൊന്നുമില്ല, നല്ല മുഅ്മിനാണെങ്കിൽ അവൻ ഖൈർ കൊണ്ട്, ഖൈറിനെ കുറിച്ച് അവൻ സന്തോഷ വാർത്ത അറിയാൻ അർഹനാണ്. വൽ ഖുർആനുൽ കരീം ലൈസൽ മഖ്സൂദു മിൻഹു അൻ യത്ലൂഹുൽ ഇൻസാൻ. പരിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശം, അതിന്റെ ആകപ്പാടുള്ള ഉദ്ദേശം മനുഷ്യൻ ഓതുക, വെറുതെ ഇങ്ങനെ പാരായണം ചെയ്യാന്ന് മാത്രമല്ല. ലിയതഅബ്ബദ ലില്ലാഹി ബിതിലാവതിഹി ഫഖത്ത്. ഓതുന്നത് കൊണ്ട് അത് ഇബാദത്താണല്ലോ ഖുർആൻ ഓതുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല പരിശുദ്ധ ഖുർആന്റെ ഉദ്ദേശം. അൽ മഖ്സൂദ് അൻ യതഅദ്ദബ ബിഹി. ഈ ഖുർആൻ കൊണ്ടവൻ സംസ്കരിക്കപ്പെടണം, അവന്റെ അദബുകൾ ചിട്ടപ്പെടുത്തണം ഖുർആൻ അനുസരിച്ച്. വലിഹാദാ ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹാ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ്, നബിയുടെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു. ഖുലുഖുഹു യാനി അഖ്ലാഖുഹു അല്ലതി യതഖല്ലഖു ബിഹാ യഅഖുദുഹാ മിനൽ ഖുർആൻ. എന്ത് കൊണ്ടാണ് ആളുകളോട് പെരുമാറേണ്ടത്, എന്താണ് സ്വഭാവം? അള്ളാഹുവിനോടുള്ള ഖുലുഖും പടപ്പിനോടുള്ള ഖുലുഖും രണ്ടും നന്നാക്കണമെന്നാണ്. മനസ്സിലല്ലോ? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹസ്നുൽ ഖുലുഖ് ഉണ്ട്, അതെന്താ? അള്ളാഹിന്റെ വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ളത്. പടപ്പുകളോടുള്ള ഹസ്നുൽ ഖുലുഖ് ഉണ്ട്, അതെന്താ? പണ്ഡിതന്മാർ അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത് ബദ്ലുന്നദ, നന്മ ചെയ്യുക. വകഫുൽ അദ, ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക. വതലാഖത്തുൽ വജ്ഹ്, പ്രസന്നമായ മുഖത്തോടെ അഭിമുഖീകരിക്കുക. ചില ഉലമാക്കൾ ഹുസ്നുൽ ഖുൽഖിന് സൽസ്വഭാവത്തിന് നൽകിയിട്ടുള്ള വിശദീകരണമാണ് ബദ്ലുന്നദ വകഫുൽ അദ വതലാഖത്തുൽ വജ്ഹ്. നന്മ ചെയ്യുക ആളുകൾക്ക്, തിന്മ ചെയ്യാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, പ്രസന്നമായ മുഖത്തോടെ അവരെ അഭിമുഖീകരിക്കുക. നമ്മളോട് എങ്ങനെയാണ് ആളുകൾ പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ആളുകളോട് പെരുമാറുക. خلقه يعني أخلاقه التي يتخلق بها يأخذها من القرآن. وفقنا الله لما فيه الخير والصلاح في الدنيا والآخرة إنه على كل شيء قدير.
ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മുടെ ഖൈറിലും സലാഹിലുമാക്കി തീർക്കുമാറാകട്ടെ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് നമ്മൾ ഇബ്നു ഉസൈമീന്റെ തഫ്സീർ വായിച്ച് തീർക്കാൻ വിചാരിച്ചിട്ടാണ്. ആ സൂറത്ത് എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഇമാം അൽ-അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ വായിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊക്കെ ഒന്ന് മനസ്സിൽ പതിയാൻ ഉപകരിക്കും. അദ്ദേഹം പറയാണ്, അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യഖൂലു തആല ദാമ്മൻ ലിമൻ തറക ഹുഖൂഖഹു വഹുഖൂഖ ഇബാദിഹി. അല്ലാഹു അവനോടുള്ള ബാധ്യത കളഞ്ഞു കുളിച്ചവനെ കുറിച്ച്, അവന്റെ പടപ്പുകളോടുള്ള ബാധ്യതയും പാലിക്കാതിരുന്നവനെ കുറിച്ച് അവനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, അറഅയ്ത, നീ കണ്ടില്ലയോ, എന്തു പറയാനുണ്ട് നിനക്ക്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ കുറിച്ച്, ദീനെ നിഷേധിക്കുന്നവനെ കുറിച്ച്. ഐ ബിൽ ബഅസി വൽ ജസാ. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശം? പുനരുദ്ധാനം, പരലോകം, പ്രതിഫലം. അതിൽ നിഷേധിക്കുന്നവൻ. ദീന രണ്ടർത്ഥത്തിനും പ്രയോഗിക്കാം. ശരിയാത്ത് എന്ന അർത്ഥത്തിൽ പരലോകം, മാലിക് യൗമിദ്ദീനിൽ പ്രയോഗിച്ചിട്ടുള്ളത് പ്രതിഫല നാൾ. അതിൽ നിഷേധിക്കുന്നതിനെ നീ കണ്ടുവോ? ഫലാ യുഅ്മിനു ബിമാ ജാഅത് ബിഹി റുസുൽ. അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്നതിൽ അവൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ നബിമാരെല്ലാവരും ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിനോട് ചേർത്ത് പറയപ്പെട്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകൾ അങ്ങനെ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തതും അഞ്ചാമത്തതും കൂട്ടി പറയാം. അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള. ഇതാണ് നമ്മളെ നന്നാക്കുന്നത്. ഇതാണ് ആളുകളെ, ഈ വിഷയത്തിലാണ് ആളുകൾ നന്നാവുന്നത്, മോശമാകുന്നത്. അഹ്കാം മാത്രം പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടി ഈ അഹ്കാം? അത് ആളുകൾ പഠിക്കുന്നില്ല. വിധിവിലക്കുകൾ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ. ഇതെന്തിനാ സഹോദര? പരലോകത്ത് രക്ഷപ്പെടാനാണ്. അള്ളാഹു കാണുന്നുണ്ടത്, അള്ളാഹ് വിചാരണ ചെയ്യും. ഇതിൽ ഊന്നി പഠിക്കാത്തതാണ് പലപ്പോഴും ഇതുകൊണ്ട് പ്രയോജനമില്ലാതിരിക്കാനുള്ള കാരണം. ദീനിങ്ങനെ പറയപ്പെടുന്നുണ്ട്, കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ പ്രതിഫലനം സമൂഹത്തിൽ കാണുന്നില്ലെങ്കിൽ ഈ വിശ്വാസം, ഈ അടിത്തറ ഇല്ലാതാണ് അവർ പഠിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരലോക വിശ്വാസം, അത് പരലോകം വരാനുണ്ട്. അള്ളാഹു വിചാരണ ചെയ്യും. സ്വർഗമുണ്ട്, നരകമുണ്ട്. മരണത്തെ അള്ളാഹു അറുത്ത് കളയുന്ന പരലോകം വരാനുണ്ട്. അവിടെയാണ് യഥാർത്ഥ ജീവിതം. അവിടെ രക്ഷപ്പെടണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ അഹ്കാം, വിധിവിലക്കുകൾ എന്ന ബോധം വേണം. എന്നാൽ ആളുകൾ നന്നാവുള്ളൂ. ആളുകളല്ലാത്ത നന്നാവുകയില്ല. അള്ളാഹു ഈ പ്രവാചകന്മാർ പറഞ്ഞത് ഇതാണ്. അത് ആളുകൾ തള്ളിക്കളഞ്ഞവനെ, അള്ളാഹുവിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും തള്ളിക്കളഞ്ഞവനെ അള്ളാഹു ദമ്മു ചെയ്തുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അവനാണ് യതീമിനെ തള്ളിക്കളയുന്നത്, ക്രൂരമായി തള്ളിമാറ്റുന്നത്. ഐ യദ്ഫഉഹു ബിഉനുഫിൻ വശിദ്ദത്തിൻ, ശക്തമായി തള്ളി നീക്കുന്നു, കരുണയില്ലാതെ. വലാ യർഹമുഹു ലിഖസാവതി ഖൽബിഹി, അവന്റെ ഖൽബ് അത്രയും കടുത്തുറച്ചു പോയതുകൊണ്ട്. വലിഅന്നഹു ലാ യർജു സവാബൻ വലാ യഖ്ശാ ഇഖാബൻ. എന്താ കാരണം? അവൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല, അവൻ ശിക്ഷയെ ഭയക്കുന്നില്ല. ആളുകൾ ക്രൂരന്മാരാനുള്ള കാരണം ഇതാണ്. പരലോക വിശ്വാസം അവർക്ക് ശരിക്കില്ല.
അതിൽ പാളിച്ച പറ്റിയിരിക്കുന്നു. ലാ യർജു സവാബൻ വലാ യഖ്ശാ ഇഖാബൻ, അവൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല, അവൻ ശിക്ഷ ഭയപ്പെടുന്നില്ല. വലാ യഹുദ്ദു ഗൈറഹു അലാ തആമിൽ മിസ്കീൻ, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മറ്റുള്ളവരെ അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തിനു വേണ്ടി? മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞു ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ, വലൈസ ദമ്മു ആമ്മൻ, ഈ പറഞ്ഞ ദമ്മുണ്ടല്ലോ, ഈ പറഞ്ഞ ആക്ഷേപത എല്ലാവർക്കും ഉള്ളതല്ല, കൊടുക്കാൻ കഴിവില്ലാത്തവന് ഉള്ളതല്ല. പക്ഷേ ഇതാർക്കുള്ളതാണ്? ഉള്ളപ്പോൾ അവൻ കൊടുക്കൂല, ഇല്ലാതിരിക്കുമ്പോൾ അവൻ മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയില്ല. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, അല്ലാഹു പറഞ്ഞു പിശിക്കുന്ന ആളുകൾ മാത്രമല്ല, പിശിക്കാൻ മറ്റുള്ളവരോട് അവർ കൽപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ എന്താ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞു, കാഫിറുകളോട് അവരോട് പറയപ്പെട്ടാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവരുടെ ന്യായം എന്താ? അനുത്തയും, ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ? മല്ലൗ യശാഉല്ലാഹു അത്അമഹു, അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹ് അവർക്ക് കൊടുക്കുമായിരുന്നല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് എന്ന് മുഅ്മിനീങ്ങളോട് ഇങ്ങോട്ട് പറയാം. അവരുടെ തോന്നിവാസത്തിന് അള്ളാഹുവിന്റെ മശീഅത്തിനെ കൂട്ടുപിടിക്കുക പാടുണ്ടോ? അത് പാടില്ല. അവന്റെ റിസ്കിന് അവൻ അള്ളാഹിന്റെ മശീഅത്തിന് കൂട്ടുപിടിക്കുന്നില്ലല്ലോ. അവൻ ജോലി അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ. വീട്ടിലിരുന്നപ്പോൾ അള്ളാഹ് തീരുമാനിച്ചാലേ കിട്ടുള്ളൂ. അല്ല, അവന് റിസ്ക് കിട്ടാൻ അവൻ അള്ളാഹിന്റെ മശീഅത്തിനെ കൂട്ടുപിടിക്കുന്നില്ല. മറിച്ച് അവൻ തെറ്റുകൾ ചെയ്യാൻ അള്ളാഹിന്റെ മശീഅത്തിനെ കൂട്ടുപിടിക്കുക. അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹു അവനെ ഒരിക്കലും അതിന് നിർബന്ധിച്ചിട്ടില്ല. ലാ ജബ്റൻ വലാ ഖഹ്റൻ. ഉലമാക്കൾ പറഞ്ഞു, ജബരിയാക്കൾ പറയുന്നത് പോലെ മനുഷ്യൻ അള്ളാഹ് നിർബന്ധിപ്പിച്ച് ചെയ്യുന്നില്ല. മനുഷ്യനെ അത് അറിയാം, അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചതേ അവൻ ചെയ്യുന്നുള്ളൂ, അള്ളാഹു തീരുമാനിച്ചതേ, അള്ളാഹു അറിഞ്ഞതേ അവൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവന് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു സൂറത്തു തൗബയിൽ മുനാഫിഖുകളെ കുറിച്ച്, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അവരിൽ നിന്ന് അവരുടെ സദഖകൾ സ്വീകരിക്കപ്പെടുന്നില്ല. അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നില്ല. ഒരേതെങ്കിലും ഖൈർ അല്ലാഹ് സ്വീകരിക്കോ? ഇല്ല. അവർ ചെയ്യുന്ന നഫഖാത്ത്, അവരുടെ ദാനധർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അവർ വിശ്വസിക്കാതിരിക്കുക എന്നത് മാത്രമാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു 54-ാമത്തെ ആയത്തിൽ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഉള്ളിലൊരു വിശ്വാസത്തിൽ അഭിനയിക്കുകയാണ്. ولا يأتون الصلاة إلا وهم كسالى ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. ഈ സൂറത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അവർ നിസ്കരിക്കുന്നില്ല മടിയന്മാരായിട്ടല്ലാതെ, അവർ ദാനം ചെയ്യുന്നില്ല മനസ്സ് വെറുത്തിട്ടല്ലാതെ. വെറുത്തുകൊണ്ട് മനസ്സ് തുറന്ന് ഹൃദയവിശാലതയോടെ കൊടുക്കല്ല, അങ്ങനെ കൊടുക്കണം. മനസ്സിലായി? നിസ്കരിക്കേണ്ട എങ്ങനെ? പൂർണ്ണമായ മറ്റെല്ലാ ചിന്തയിൽ നിന്ന് ഒഴിവായ പരലോകത്തിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം, എന്നാലും അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ദാനം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഇൻഷറാഹ് സദ്റോടെ, ഹൃദയവിശാലതയോടെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം, എന്നാലും അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, റബ്ബ അമലിൻ സഗീർ തുഅല്ലിമുഹു നിയ്യ വറബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ. എത്ര ചെറിയ അമലുകളാണുള്ളത്, നീയത്ത് അതിനെ വലുതാക്കി കളയും. എത്ര വലിയ അമലുകളാണുള്ളത്, നീയത്ത് അതിനെ ചെറുതാക്കി കളയും. 10 രൂപ ആയിരിക്കും ആ മനുഷ്യൻ കൊടുക്കുന്നത്, പക്ഷേ അള്ളാഹുവിന് വേണ്ടിയാണ് അയാൾ കൊടുക്കുന്നത്. അയാളെ നീയത്ത് വലുതാണ്, അള്ളാഹു അതിന് വലിയ പ്രതിഫലം കൊടുക്കും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് നിങ്ങളുടെ രൂപങ്ങളിലേക്കോ വേഷങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അള്ളാഹു ശരീരങ്ങളിലേക്കല്ല, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവൃത്തികളിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരാള് പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് അയാൾ സ്വർഗത്തിൽ പോയ കഥ
കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ദാഹിച്ചു വന്ന പട്ടിക്ക് വെള്ളം കൊടുത്താൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില റിപ്പോർട്ടുകൾ അതൊരു ജാനിയായിരുന്നു, വ്യഭിചാരിയായിരുന്നു എന്ന് കാണാം. ഒരു മനുഷ്യൻ വഴിയിലുള്ളൊരു തടസ്സം നീക്കി, മുഅ്മിനുകൾ പോകുന്ന വഴിയിലെ ഈ തടസ്സം ഞാൻ നീക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ വലിയ നിയ്യത്തോടെ അയാൾ ആ തടസ്സം നീക്കി. ആ കാരണത്താൽ അള്ളാഹു അയാളെ സ്വർഗത്തിലാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്ര ചെറിയ അമലുകളാണ്. വലിയ അമലുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആണെന്ന് ആളുകൾക്ക് തോന്നുന്ന വിധത്തിൽ പോരാടി മരിച്ച് യുദ്ധത്തിൽ മരിച്ചാൽ അയാൾ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയെന്ന് പറഞ്ഞു. ഒരുപാട് ദാനം ചെയ്ത മനുഷ്യൻ, ദാനം ചെയ്യാൻ കണ്ട എല്ലാ വഴിയിലും അയാൾ ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇൽമു പഠിച്ച് അത് പഠിപ്പിച്ച ആൾ, അല്ലെങ്കിൽ ഖുർആൻ ഓതി അത് ആളുകളെ കേൾപ്പിച്ച ആൾ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിയത്ത് മാറിപ്പോയതിന്റെ പേരിൽ അവരെ നരകത്തിലാണ്, മുഖം നിലത്ത് വലിച്ചഴച്ച് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ശരീരത്തിൽ പിടിച്ചു പറഞ്ഞു കൊടുത്തു എന്നാണ്. ശ്രദ്ധിക്കണം. ഇൻശിറാഹു സദ്റോടെ കൊടുക്കണം, മനസ്സ് വിശാലതയോടെ കൊടുക്കണം. അല്ലാതെ മനസ്സ് വെറുത്ത് ആർക്കോ വേണ്ടി കൊടുക്കരുത്, ആർക്കോ വേണ്ടി നിസ്കരിക്കരുത്, മടിയന്മാരായി ആവരുത്, അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ സൂറത്തിന്റെ തഫ്സീറിൽ വിവരിച്ച ആയത്തുകളാണ് ഇത്. രണ്ടും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചുരുക്കി സൂചിപ്പിച്ചിട്ടുള്ളത്. സാദിയിൽ തന്നെ വായിക്കാം. വലാകിന്നഹും വലാ യഹുദ്ദു അലാ ഗൈരിഹി അലാ തആമിൽ മിസ്കിൻ വമിൻ ബാബി ഔലാ അന്നഹു ബിനഫ്സിഹി ലാ യുത്ഇമുൽ മിസ്കിൻ. അയാൾ മറ്റുള്ളവരെ മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. വമിൻ ബാബി ഔലാ അന്നഹു ബിനഫ്സിഹി ലാ യുത്ഇമുൽ മിസ്കിൻ. അങ്ങനെയുള്ളവൻ സ്വയം കൊടുക്കാതിരിക്കാൻ, സ്വയം അവൻ ഒരിക്കലും കൊടുക്കാൻ വഴിയില്ല. മറ്റുള്ളവരെ പോലെ അവൻ കൊടുക്കാൻ വിടുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവൻ തീരെ കൊടുക്കാത്ത ആള്. അതുപോലെ അടുത്ത ആയത്ത് എന്താണ്? طعام المسكين فويل للمصلين أي الملتزمون لإقامة الصلاة ولكنهم عن صلاتهم ساهون. നിസ്കരിക്കേണ്ട ആളുകൾ, നിസ്കാരത്തിന്റെ ആളുകളാകേണ്ടിയിരുന്നവർ അവരവരുടെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. الذين هم عن صلاتهم ساهون المضيعون لها. നിസ്കാരം പാഴാക്കി കളയുന്ന ആളുകൾ, അവന്റെ എല്ലാം പോയി എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ, ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അയച്ചു എന്നാണ് ഒരാൾക്ക്. ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ ഫമൻ ഹഫിളഹാ വഹാഫള അലൈഹാ ഫഖദ് ഹഫിള ദീനഹു വമൻ ضيعها فهو لما سواها അദ്യ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി അയച്ചതാണ്. ഞാൻ ദീനിന്റെ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി മനസ്സിലാക്കുന്നത് എന്താണ്? നമസ്കാരമാണ്. ആരത് കാത്തു സൂക്ഷിച്ചുവോ അവനവന്റെ ദീൻ സൂക്ഷിച്ചിരിക്കുന്നു. ആരത് പാഴാക്കിയോ അവന്റെ ബാക്കിയെല്ലാം പാഴായിരിക്കും, അതിനേക്കാളും പാഴായിരിക്കും എന്നാണ്. നിസ്കാരമാണ് അവനെ നന്നാക്കുന്നത്. അങ്ങനെ പാഴാക്കി കളയുന്ന ആളുകൾ താരിഖൂന ലിവഖ്തിഹാ, അതിൽ പ്രധാനപ്പെട്ടതാണ് അതിന്റെ വക്ത് തെറ്റിക്കുക, പറഞ്ഞ വക്തിലല്ല അത് ചെയ്യാം. മുഫവ്വിതൂന ലി അർക്കാനിഹ, അതിന്റെ അർക്കാൻ ശരിക്കും പാലിക്കുക. റുക്കുനുകളുടെ നിസ്കാരത്തിന് പാലിക്കേണ്ട റുക്കുനുകൾ, തൂണുകൾ, അത് ശ്രദ്ധിക്കാതെ നിസ്കരിക്കുക. വഹാദാ ലിഅദമി ഇഹ്തിമാമിഹിം ബിഅംരില്ലാഹ്, ഇതെന്താ ഇവർ ചെയ്യുന്നത്? അള്ളാന്റെ കൽപ്പന അവർക്ക് അത്ര വിലയുള്ളൂ, അതുകൊണ്ടാണ്. ഹൈസു ضيعوا الصلاة التي هي أهم طاعات وأفضل القربات. ഇതാണ് ഏറ്റവും, നിസ്കാരമാണ് ഏറ്റവും വലിയ അള്ളാഹ്ക്കുള്ള താഅ, അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ പ്രവൃത്തി. അതിൽ തന്നെ അവന്റെ അവസ്ഥ ഇങ്ങനെയാണ്. വസ്സഹു അനി الصلاة هو الذي يستحق صاحبه الذم واللوم. നിസ്കാരത്തെ കുറിച്ചുള്ള അശ്രദ്ധ, ഞാൻ പറഞ്ഞു അൻ സലാത്തിഹിം സാഹൂൻ എന്നതാണ് ഒരു മനുഷ്യനെ ആക്ഷേപത്തിന് അവൻ അർഹനാക്കുന്നത്. വഅമ്മസ്സഹു ഫിസ്സലാ, ശാദി പറയാണ് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള മാനുഷികമായ അശ്രദ്ധ, ഇടക്ക് പറ്റിപ്പോകുന്ന അശ്രദ്ധ. ഫഹാദാ യഖഉ മിൻ കുല്ലി അഹദിൻ, ഇതെല്ലാം മനുഷ്യന് സംഭവിക്കുന്നതാണ്. ഹത്താ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത് വരെ അത് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പരലോകത്തെക്കുറിച്ചുള്ള ആയത്തെ അയാൾ കേൾക്കുകയാണ്. അപ്പൊ അയാളുടെ ചിന്ത പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് അങ്ങോട്ട് പോയി. പരലോകത്തെക്കുറിച്ച് അയാൾ അങ്ങനെ ചിന്തിച്ചു പോവാണ്. അയാൾ റക്കാത്ത് മറന്നുപോയി. ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നാണ്. എത്രത്തോളം ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആയത്തിന്റെ എണ്ണവും പദങ്ങളൊക്കെ അങ്ങനെ അക്ഷരമായി ശ്രദ്ധിച്ചു പോവാണ് ഒരാൾ. എന്തിനു വേണ്ടി? വേറെ എവിടെയും ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി. അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടതെന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നുൽ അറബി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി
ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇബ്നുൽ അറബിയാണ്, ഇബ്നു അറബി അല്ല. ഇബ്നു അറബി സൂഫി കാഫറാണെന്ന് ആളുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇത് ഇബ്നുൽ അറബി, അദ്ദേഹം മഹാനായ മുഹദ്ദിസാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു قال ابن العربي لأن السلامة من السهو محال. ഈ നിലക്കുള്ള സഹവിൽ നിന്നുള്ള മോചനം പൂർണ്ണമായും ഒരു അശ്രദ്ധ നിസ്കാരത്തിൽ പറ്റാണ്ടിരിക്കുക എന്നുള്ളത് മഹാൽ, അത് അസംഭവ്യമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. വഖദ് സഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തിഹി വസ്സഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. വകുല്ലു മൻ ലാ യസ്ഹു ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ ഒരു അശ്രദ്ധയും വരാത്തവൻ, ഫദാലിക റജുലുൻ ലാ യതദബ്ബറുഹ, അവൻ നിസ്കാരത്തെക്കുറിച്ച് അതിൽ പറയുന്ന ദിക്റുകളെ കുറിച്ചും ആയത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാത്തവനാണ് അവൻ. വലാ യഅഖിലു ഖിറാഅതഹ, അതിനെ ഖിറാഅത്ത് മനസ്സിലാക്കാത്തവനാണ് അവൻ. വഇന്നമാ ഹമ്മുഹു ഫീ അദാദിഹ, അവൻ ശ്രദ്ധിക്കുന്ന എന്തിനാണ്? അവന്റെ എണ്ണത്തിലാണ്. എന്തിന്? ആയത്തിന്റെ എണ്ണത്തിലോ അക്ഷരങ്ങളുടെ എണ്ണത്തിലോ എന്തിലെങ്കിലും ശ്രദ്ധിച്ചവനിങ്ങനെ ശ്രദ്ധ മാറാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്. വഹാദാ റജുലുൻ യഅകുൽ ഖുശൂർ വയർമിൽ ലുബ്, ഇവന്റെ ഉദാഹരണം ആലെപ്പോലെയാണ്, ഒരു പഴം തിന്നുമ്പോ ഉള്ളിലുള്ള പഴം വലിച്ചെറിഞ്ഞ് തൊലി തിന്നുന്നവനെ പോലെയാണ്. തൊലി നിന്നാണ് പഴം വലിച്ചെറിഞ്ഞത്. വമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ഹു ഫീ സലാത്തിഹി ഇല്ലാ ലിഫിക്റതിഹി ഫീ അഅളമി മിൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് അശ്രദ്ധനായി പോയിട്ടുണ്ടെങ്കിൽ അശ്രദ്ധനായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതിൽ ആയത്തുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നിലക്ക് ആലോചന പോയതുകൊണ്ടാണ് അങ്ങനെയാണ് പോയിട്ടുള്ളത്. اللهم إلا أنه قد يسهو في صلاته من يقبل على وسواس الشيطان إذا قال له اذكر كذا لما لم يكن يذكر حتى يظل الرجل أن يدري كم صلى. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പിശാചിന്റെ പ്രേരണയിൽ പെട്ടിട്ട് അതോർക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അടുത്ത് വരും, അതോർക്ക് അവൻ ഓർക്കാത്തതൊക്കെ മനുഷ്യന് പിശാച് ഓർമ്മിപ്പിച്ചു കൊടുക്കും. അവസാനം എത്ര നിസ്കരിച്ചെന്നവരെ അവൻ മറന്നുപോകും. അതിൽ പെട്ടിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹുവായി പോയത് എന്ന് ഇദ്ദേഹം പറയുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ മാനസികമായ അശ്രദ്ധ അത് വന്നു പോകും. അത് ഇല്ലാതാക്കാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറയേണ്ട ഒരു വിഷയം തന്നെ. അൽ ഖുശൂ ഫി സ്വലാ, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ചെറിയൊരു റിസാല തന്നെ ആ വിഷയത്തിലുണ്ട്, നിസ്കാരത്തിലുള്ള ഖുശൂ എന്ന വിഷയത്തിൽ. അത് പഠിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് എവർക്കും ഖുശൂ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. ഇദ്ദേഹം പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ, ولهذا وصف الله هؤلاء بالرياء والقسوة وعدم الرحمة فقال الذين هم يراءون أيعملون الأعمال لأجل رياء الناس. ഇതുകൊണ്ടാണ് അള്ളാഹു ഇവരെ ഈ പറഞ്ഞ ആളുകളെ റിയാവും കസ്വത്തുമൊക്കെ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കഠിനഹൃദയരായ ആളുകൾ, കാരുണ്യമില്ലാത്ത ആളുകൾ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ. ഇനി ഇവർ കൊടുക്കുന്ന തടയുന്ന കാര്യങ്ങൾ എന്താണ്? വെറുതെ കൊടുത്താൽ പോലും അല്ലെങ്കിൽ കടം കൊടുത്താൽ പോലും ഒരു ദോഷവും വരാത്ത കാര്യങ്ങളാണ് ഇവർ തടഞ്ഞു വെക്കുന്നത്. പാത്രം പോലെ, തൊട്ടി പോലെ, അതുപോലെ മൺവെട്ടി പോലെ ഉള്ള കാര്യങ്ങൾ. പൊതുവെയുള്ള മനുഷ്യർക്കിടയിലുള്ള രീതി അത് ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഒക്കെ തന്നെയാണ്. അതിലൊരു വിശാലതയാണ് ആളുകൾ കാണിക്കാറുള്ളത്. അതാണ് അവൻ തടയുന്നത്. ഈ ആളുകൾ അവരുടെ ഈ അത്യാർത്തി കാരണത്താൽ മാവൂൻ തന്നെ അവർ തടയാണ്. പിന്നെ അതിന് മുകളിലുള്ളത് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതാണ് ഇബ്നു കസീറൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാവൂൻ എന്ന് പറഞ്ഞാൽ പല മുൻഗാമികളും വിശദീകരിച്ചു അത് സക്കാത്താണെന്ന്. മാവൂൻ തടയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മാവൂൻ സക്കാത്ത് എന്ന് പല മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സക്കാത്തും അതിൽ പെടും. മാവൂൻ തന്നെ തടയുമെങ്കിൽ പിന്നെ സക്കാത്തിന്റെ കാര്യം, വലുതിന്റെ കാര്യം പറയാനല്ലോ, ചെറുത് തടയുമെങ്കിൽ. ഹാദിഹി സൂറ, ഇനി സൂറത്തുള്ള ഫായിദകൾ, ഗുണപാഠങ്ങൾ ഷെയ്ഖ് ഇവിടെ ചുരുക്കി പറയാണ്. ഹാദിഹി സൂറ വഫി ഹാദിഹി സൂറ അൽ ഹസ്സു അലാ ഇക്റാമിൽ യതീം, യതീമിനെ ആദരിക്കണമെന്ന് ഈ സൂറത്തിൽ അള്ളാഹു ഉണർത്തുന്നു. അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര അടുത്താണെന്ന് പറഞ്ഞു. അതുപോലെ വൽ മസാകീൻ വത്തഹ്ദീദി അലാ ദാലിക വമുറാഅത്തി സ്വലാഹ്,
വൽമുഹാഫളത്തി അലൈഹ, അതുപോലെ യതീമിനെയും മിസ്കീനെയും ബഹുമാനിക്കുന്നതിൽ അള്ളാഹ് പ്രോത്സാഹിപ്പിക്കുന്നു. നിസ്കാരം നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക, അതിനുവേണ്ടി അതിലേക്ക് ഒരുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിസ്കാരത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. വഅലൽ ഇഖ്ലാസി ഫീഹ, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. അല്ലദീനഹും യുറാഊൻ എന്ന അവസ്ഥ ആവരുത്, ആളുകൾ കാണിക്കാനാവും. വഫീ ജമീഇൽ അഅ്മാൽ, എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കുക. വൽഹസ്സു അലാ ഫിഅലിൽ മഅറൂഫ് വബദ്ലിൽ അംവാലിൽ ഖഫീഫ, അതുപോലെ നന്മ ചെയ്യുക ആളുകൾക്ക്, ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക, ആളുകൾക്ക് ചെറുതെടുത്തൊക്കെ കൊടുക്കുക, എന്നാൽ വലുത് കൊടുക്കാൻ പിശുക്കന്മാരായ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുക. ചെറുതെടുത്തൊക്കെ വേഗം കൊടുത്ത് വലുത് കൊടുക്കാൻ പരിശീലനം നേടുക. വബദ്ലിൽ അംവാലിൽ ഖഫീഫ കആരിയത്തിൽ ഇനാ വദ്ദൽവി വൽ കിതാബ്, അതുപോലെ പിന്നെ ഇങ്ങനെ കടം കൊടുക്കുമല്ലോ, പാത്രം, തൊട്ടി, പുസ്തകം, അതൊക്കെ പെട്ടെന്ന് കൊടുക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാകും. വനഹ്വി ദാലിക് ലിഅന്ന അല്ലാഹ ദമ്മ മൻ ലം യഫഅൽ ദാലിക്, കാരണം ഇത് ചെയ്യാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിച്ചിരിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോവുകയാണ്. ഇബ്നു അബ്ബാസിനെ പോലെയുള്ള മുൻഗാമികൾ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. യഅനി അൽ മുനാഫിഖീൻ അല്ലദീന യുസല്ലൂന ഫിൽ അലാനിയ വലാ യുസല്ലൂന ഫിസ്സിർ, മുനാഫിക്കുകളെ കുറിച്ചാണ് ഉദ്ദേശം. പരസ്യമായി നിസ്കരിക്കൂ, രഹസ്യമായി നിസ്കരിക്കൂല. അതുകൊണ്ടാണ് സുബഹിയും ഇശാവും പ്രയാസാണെന്ന് പറഞ്ഞത്. കാരണം ആ രണ്ട് നേരത്ത് ഇരുട്ടാണ്, വന്നോ വന്നില്ലെന്ന് തിരിയൂല, ബാക്കിയുള്ള നേരത്ത് വന്നോ വന്നില്ലെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ വക്ത് തെറ്റിക്കൽ അതിൽപ്പെടും. വക്ത് ശ്രദ്ധിക്കാതിരിക്കുക, ഏതെങ്കിലും നേരം തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ സല്ലി എന്ന് പറയില്ല അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ നേരത്ത് തന്നെ അവസാനത്തേക്ക് നീട്ടിവെക്കുക. നിസ്കാരത്തിന്റെ നേരം ആദ്യത്തെ സമയത്ത് നിസ്കരിക്കാതെ അവസാനത്തേക്ക് നീട്ടും. അതുപോലെ അർക്കാൻ നിസ്കാരത്തിന്റെ അർക്കാനുകൾ പാലിക്കാതിരിക്കുക, അതിന്റെ റുക്നുകൾ. അതുപോലെ നിസ്കാരത്തിലുള്ള ആയത്തുകളിലും ദിക്റുകളിലും തദബ്ബുർ നടത്താതിരിക്കുക. തദബ്ബുർ എന്താ? ഉറ്റാലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഖുശൂ ഇല്ലാതിരിക്കുക. ഫല്ലഫ്ളു യശ്മലു ദാലിക കുല്ലഹു അൻ സലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽ ഉൾപ്പെടും. വലാകിൻ മൻ ഇത്തസഫ ബിശൈഇ മിൻ ദാലിക ഖിസ്തും മിൻ ഹാദിഹിൽ ആയ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ ഈ ആയത്തിൽ നിന്ന് അത്രയും ഓഹരി നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വമൻ ഇത്തസഫ ബിജമീഇ ദാലിക്, ഇതെല്ലാം ഒരുവനിലുണ്ടെങ്കിൽ ഫഖദ് തമ്മ ലഹു നസീബഹു മിൻഹാ വകമുല ലഹു നിഫാഖ്, അവനെല്ലാം ഈ ആയത്തിലുള്ള മുഴുവൻ വിശേഷണം അവന് ഫിറ്റായി, അവന്റെ നിഫാഖ് പൂർണ്ണമായിരിക്കുന്നു, കാപട്യം. അൽഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കമാ സബത ഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുത്തന്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, തിൽക സലാത്തുൽ മുനാഫിഖ്, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ്, അത് മുനാഫിഖിന്റെ നമസ്കാരമാണ്. യജ്ലിസു യർഖുബു ശംസ്, സൂര്യൻ അവനിങ്ങനെ നോക്കി നിൽക്കും, സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ നോക്കിക്കും, വായു നോക്കിക്കും. എന്നിട്ടോ ഇദാ കാനത് ബൈന ഖർനൈ അശ്ശൈത്താൻ, സൂര്യൻ അങ്ങനെ പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കുന്നത് വരേക്കും അവൻ കാത്തു നിൽക്കും. എന്നിട്ടോ അത്രയും സമയമായാൽ, നിസ്കാരത്തിന്റെ സമയം ഇപ്പൊ കഴിയുന്നായാൽ ഖാമ ഫനഖറ അർബഅ, അവൻ നിസ്കാരത്തിന് വേണ്ടി വന്ന് 4 കൊത്തുകുത്തും. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ, അള്ളാഹുവിനെ അവൻ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. പറഞ്ഞ ആയത്തിലുള്ളതുപോലെ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇല الصലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു. ഫഹാദാ ആഖിറു സ്വലാത്തിൽ അസ്ർ അല്ലതി ഹിയ الوسطى, അല്ലാഹു സുബ്ഹാനഹു വതആല حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين, പ്രത്യേകം എടുത്തു പറഞ്ഞ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ നിസ്കാരമാണ് അൽ വുസ്ത, അസ്ർ നിസ്കാരം, നടുവിലുള്ള നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അസ്ർ നിസ്കരിക്കാതെ ഇവൻ ഇങ്ങനെ നോക്കിക്കുകയാണ്. എന്നിട്ടോ സൂര്യൻ അസ്തമിക്കാറായാൽ പോയി എന്ത് ചെയ്യും? അവൻ എണീറ്റ് നിൽക്കും. മാത്രമല്ല ആ നേരം വഹുവ വഖ്തു കറാഹ, ആ നേരത്തെ നിസ്കാരമില്ലാത്ത സമയമല്ലേ, സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം, തലക്ക് നേരെ മുകളിൽ സൂര്യൻ എത്തുന്ന സമയം. ആ സമയത്ത് സാധാരണ ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കരുതെന്നാണ്.
ഫർദ് ഒരാൾ വിട്ടുപോയി എന്തെങ്കിലും കാരണം കൊണ്ട്, പിന്നെ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ശറഈയായോ അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പറ്റിയ ഒരു ഉദ്റുള്ള കാരണം, ഒരു ഉദ്ർ കൊണ്ടവൻ ആ നേരത്ത് ആയിപ്പോയാൽ ആ നേരത്ത് നിസ്കരിക്കാം. അതുപോലെ ലജ്നത്തു ദായിമൊക്കെ പറയുന്നത് സബബ് ഉണ്ടെങ്കിൽ നിസ്കരിക്കാന്നാണ്. ഇപ്പൊ പള്ളി കയറിയുള്ള നിസ്കാരം ആ നേരത്തെ അതൊന്നും നോക്കണ്ടില്ല, കാരണം അതിനൊരു കാരണമുണ്ട്. അതല്ല മുത്തലഖായ ഒരു സുന്നത്ത്, വെറുതെ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ഈ പറഞ്ഞ നേരത്ത് പാടില്ല. അതാണ് അതിൽ വിളക്കിയിട്ടുള്ളത് എന്നാണ് ലജ്നത്തു ദായിമൊക്കെ പറയുന്നത്. വല്ലാഹു അലം. ആ സമയത്തേക്ക് ഇവൻ കരുതി കൂട്ടി ഇവന്റെ നിസ്കാരം നീട്ടിവെക്കുകയാണ്. ثم قام إليها فنقرها نقر الغراب. കാക്ക കൊത്തുന്നത് പോലെ ഇവന്റെ നിസ്കാരം. കാക്കന്റെ കൊത്തിങ്ങനെ ഷോക്കടിച്ച പോലെ വിൽക്കൂലേ, കണ്ടിട്ടില്ലേ? എന്നതുപോലെയാണ് ഇവന്റെ സുജൂദും റുക്കുവും ഒക്കെ. അങ്ങനെ നിസ്കരിക്കുന്നു. ലം യത്മഇൻ, അവൻ അടങ്ങുന്നില്ല. നിസ്കാരത്തിൽ സുജൂദ് റുക്കുവൊക്കെ അടങ്ങാത്തവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. നിസ്കാരം നീ നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. കാരണം അടങ്ങേണ്ട സ്ഥാനങ്ങളിൽ അവൻ അടങ്ങിയിട്ടില്ല നിസ്കാരത്തിൽ. വല ഖശഅ ഫീഹാ അയ്ദൻ, അതുപോലെ അവന്റെ മനസ്സിൽ ഒരു ഖുശൂഉ ഇല്ല. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ അവൻ അല്ലാഹുവിനെ ഓർക്കുന്നില്ല. വലഅല്ലഹു ഇന്നമാ ഹമലഹു അലൽ ഖിയാമി ഇലൈഹാ മിർആത്തുൻ നാസ്, അവനെ ഈ നിസ്കാരത്തിൽ ഈ നേരത്തെങ്കിലും നിസ്കരിക്കണമെന്ന് അവനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? ജനങ്ങൾ കാണും എന്നത്. വല ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടല്ല. ഫഹുവ കമാ ഇദാ ലം യുസല്ലി ബിൽ കുല്ലിയ, യഥാർത്ഥത്തിൽ അവൻ നിസ്കരിക്കാത്ത പോലെ തന്നെയാണ്. അവൻ നിസ്കരിക്കാത്തതുപോലെ തന്നെയാണ്. ഇവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഊഹും, നേരത്തെ പറഞ്ഞ ആയത്ത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഇബ്നു കസീർ പറയാണ്, വയംനഊന അൽ മാഊൻ എന്ന് പറഞ്ഞല്ലോ. ഫഹൗലാഇ ലിമൻഇ സകാത്തി വഅൻആബിൽ അൻവാഇൽ ഖറാബാതി ഔലാ വ ഔലാ, ഇവർ ജക്കാത്തും മറ്റുള്ള വലിയ ദാനധർമ്മങ്ങളൊന്നും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. അതുപോലെ മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞവരെ കുറിച്ച്, എന്ന് പറയപ്പെട്ടവരെ കുറിച്ച്, ഇൻ സല്ലാ റാഅ വഇൻ ഫാതത്ഹു ലം യഅസ അലൈഹാ വയംനഉ സകാത മാലിഹി, നിസ്കരിച്ചാൽ അവൻ നിസ്കരിക്കുന്നത് ആളുകൾ കാണിക്കാൻ, നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അതിൽ യാതൊരു ഖേദവും അവനില്ല, അതുപോലെ അവൻ സക്കാത്ത് തടയുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. മുഅ്മിന്റെ സ്വഭാവം, അവന് ഒരു തെറ്റ് സംഭവിക്കുന്നത് എങ്ങനെ? ഒരു വലിയ മല അവന്റെ തലയിൽ വീഴാൻ നിൽക്കുന്നത് പോലെ ആയിരിക്കണം അവൻ തെറ്റുകളെ കാണേണ്ടത്. അവൻ കാണുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു ഫാജിർ, ഒരു വൃത്തികെട്ടവൻ അല്ലെങ്കിൽ ഒരു മുനാഫിഖ് തെറ്റുകളെ കാണുന്നത് എങ്ങനെ? അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണമാണ്. മുഅ്മിൻ തെറ്റുകളെ കാണുന്നത് വലിയ, അവന്റെ തലയിൽ ഒരു വലിയ പാറ വീഴാൻ പോകുന്നത് പോലെയാണ്. അതല്ലാത്തവൻ തെറ്റുകളെ കാണുന്നത് അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നു നിന്ന ഒരു ഈച്ചയെ പോലെയാണ്. എത്ര നിസാരമായി അവൻ അതിനെ ആട്ടിക്കളയും, അത്രമാത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.